വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വീബ്സ് ബൈ ഷിനിഗാമി സ്റ്റുഡിയോസ്. ഇന്ന് ഒരു ബ്ലാക്ക് ക്ലോവർ സ്പെഷ്യൽ എപ്പിസോഡാണ്. ബിക്കോസ് വി ബീൻ ലൈക്ക് ആസ്ക്ഡ് എ ലോട്ട് ഓഫ് ടൈംസ് ബ്ലാക്ക് ക്ലോവർ എപ്പിസോഡ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ജുബൈർ ഖാൻ്റെ ഫേവറേറ്റ് അനിമയാണ്, അപ്പോൾ സാർ വന്നിട്ട് ചെയ്യുള്ളൂ എന്ന്. അങ്ങനെ സാർ വന്നിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവൻ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ബ്ലാക്ക് ക്ലോവർ ബ്ലാക്ക് ക്ലോവറാണ്. കരുണ് പനി പിടിച്ചോടൊപ്പാണ് വരാൻ പറ്റിയില്ല. കരുണിന്റെ ഫേവറേറ്റ് അല്ല, കരുണിന്റെ ഫേവറേറ്റ് ബ്ലീച്ച് അല്ലേ? അവന്റെ ഫേവറേറ്റ് ഗിന്താമ, ജോജോ, ബ്ലീച്ച്. ഇന്നത്തെ ടോപ്പിക് ഇസ് ബ്ലാക്ക് ക്ലോവർ. ബ്ലാക്ക് ക്ലോവറിന്റെ കോൺവെർസേഷൻ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്നത്. ജുബൈർ ഖാൻ, വൈ ഡു യു ലൈക്ക് ബ്ലാക്ക് ക്ലോവർ? ബ്ലാക്ക് ക്ലോവർ ഞാനൊരു ആനിമ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആനിമയ്ക്കത്ത് വേണ്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചേരുവ എന്ന് പറയത്തില്ലേ, ഇൻഗ്രീഡിയൻറ്റ്, സാമ്പാറിന്റെ കൂട്ട്. നമുക്ക് വേണ്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടുള്ളത് ഒന്നെന്ന് പറയാൻ ക്യാരക്ടർ ഡെവലപ്മെന്റ് വേണം. ഞാൻ ക്യാരറ്റ് നീ സാമ്പാർ മൊത്തത്തില് ക്യാരക്ടർ ഡെവലപ്മെന്റ് വേണം, ക്യാരക്ടർ ആർക്ക് വേണം. ക്യാരക്ടർ ഡെവലപ്മെന്റ് ക്യാരക്ടർ ആർക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. എക്സ്പ്ലെയിൻ യുവർ സെൽഫ്. ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനു പറയുന്ന അവരുടെ പവറപ്പ് ആവാം, അല്ലെങ്കിൽ എന്തിനു പറയുന്നത് സ്റ്റോറി വൈസിൽ അവരെങ്ങനെ ഫ്രണ്ടോട്ട് പോകുന്നു. അതായത് ഒരു സ്റ്റോറിക്കകത്ത് ഇവോൾവ് ആവുന്നത് എങ്ങനെ ആ ക്യാരക്ടർ ആർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ക്യാരക്ടറിനെ മാത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പം യാമി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ മാത്രം എടുത്താൽ ആ ക്യാരക്ടറിന് എങ്ങനെയാണ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ആ ഒരു ക്യാരക്ടർ മാത്രം ചേഞ്ച് ആവുന്നത്. ക്യാരക്ടർ ആർക്കെന്ന് പറയുമ്പോൾ ക്യാരക്ടറിനെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത്, ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റോറി വൈസിനകത്ത് ആ ക്യാരക്ടർ അങ്ങനെ ഇവോൾവ് ആവുന്നു എന്നുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ്. ബട്ട് എനിക്കത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ആനിമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നാലെന്ന് പറയുമ്പോഴത്തേക്കും ദ MC ഷുഡ് ബി എ ഗുഡ് വൺ. നല്ല പവർ വേണമെന്നാണോ, നല്ല സ്വഭാവമായിരിക്കണമെന്നാണോ? നന്മയുടെ പാതയിലെന്ന് ഞാൻ പറയത്തില്ല, അപ്പീലിംഗ് ആയിരിക്കണം. അത് പേഴ്സണലി അപ്പീലിംഗ് ആയിട്ടുള്ള, എനിക്ക് പേഴ്സണലി അപ്പീലിംഗ് ആയിട്ടുള്ളത് മാൻവ വായിക്കുന്നവർക്ക് ലോയിഡ് ഫ്രൊണ്ടറ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എൻ്റെ MC എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ചെസ്റ്റ് ഡെവലപ്പർ. അതിനകത്തുള്ള ക്യാരക്ടറാണ് എൻ്റെ ഫേവറേറ്റ് MC എന്ന് പറയുന്നത്. ആനിമെ, മാൻവ, മാങ്ക, ഈ പോപ്പ് കൾച്ചർ മൊത്തം എടുത്താൽ എൻ്റെ ഫേവറേറ്റ് MC എന്ന് പറയുന്നത് ലോയിഡ് ഫ്രൊണ്ടറ. മാൻവ ഗ്രേറ്റസ്റ്റ് ചെസ്റ്റ് ഡെവലപ്പറില് ഫ്രോയിഡിലുണ്ട് ലോയിഡ് ഫ്രൊണ്ടറ ആണ്. ഊതല് വാട്ടിയില്ലെന്ന് ചോദിച്ചതായ അപ്പോഴും അങ്ങനെ ആ ഒരു ക്യാരക്ടറാണ്. അല്ലാതെ തന്നെ ലൂഫി ഉണ്ട്. ജോജോയ്ക്കകത്ത് നമ്മളെ ജോസഫ് ജോസ്റ്റർ എൻ്റെ ഫേവറേറ്റ്, സെക്കൻഡ് ജോജോ എൻ്റെ ഫേവറേറ്റ് MC ഉള്ള ഒരാളാണ്. അപ്പോഴ് ബ്ലാക്ക് ക്ലോവറിൻ്റെ അങ്ങനെ ഒരു ക്യാരക്ടർ, ഒരു MC വേണം നല്ല. പിന്നെ പറയുമ്പോൾ ഓവറോൾ സ്റ്റോറി എന്നെ ഹൂക്ക് ചെയ്യണം, പേഴ്സണലി എന്നെ ഹൂക്ക് ചെയ്യണം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ബ്ലാക്ക് ക്ലോവറിൽ നല്ലൊരു MC ഉണ്ട്. ബ്ലാക്ക് ക്ലോവറിൽ സൈഡ് ക്യാരക്ടേഴ്സ് എല്ലാം കൊള്ളാം. സൈഡ് ക്യാരക്ടേഴ്സിനും MCക്കും അല്ലാതെ വരുന്ന ക്യാരക്ടേഴ്സിനും നല്ല ക്യാരക്ടർ ആർക്കും ഉണ്ട്, സ്റ്റോറിക്ക് ക്യാരക്ടർ ഡെവലപ്മെന്റും ഉണ്ട്. ആനിമേഷൻ ഈസ് ഗുഡ്. അപ്പോഴ് ഞാനീ പറയുന്ന എൻ്റെ എല്ലാ പ്രിഫറൻസുകളും ഉള്ള ഒരു ആനിമയാണ് ബ്ലാക്ക് ക്ലോവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ബ്ലാക്ക് ക്ലോവർ ഇത്രയും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. So what do you have to say about Black Clover? Because ഞാൻ ബ്ലാക്ക് ക്ലോവർ 10-40 എപ്പിസോഡേ കണ്ടുള്ളൂ. എനിക്ക് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് തോന്നി. ബോറിംഗ് അല്ല ഒട്ടും. ഫസ്റ്റ് എപ്പിസോഡ് ഹുക്കാണ്, അത് സമ്മതിച്ചത്. ഫസ്റ്റ് എപ്പിസോഡിന്റെ എൻഡിങ് കൊണ്ട് ഹുക്കാണ്. എനിക്ക് ഒട്ടും ബോറിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ മസാലക്കൂട്ടുമുണ്ട്. ഫണ്ണാണ്, ഫൈറ്റ് സീൻസ് ഉണ്ട്, പിന്നെ കൊറിയോഗ്രാഫി ഈസ് ഗുഡ്, കുറേ ക്യാരക്ടർ ഡെവലപ്മെന്റും പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ടൈം സ്കിപ്പും എല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് ഐ ലൈക്ക് വാച്ചിങ് ഇറ്റ്. മാങ്കയും അടിപൊളിയാണ്. നമ്മൾ നറൂട്ടോയുടെ കാര്യം സംസാരിച്ചപ്പോഴത്തേക്കും നറൂട്ടോ സാസ്കെ ഇന്നനി അങ്ങനെ പറഞ്ഞില്ലേ, അതുപോലെ ഇതിൽ ആസ്ത യൂണോ ഇല്ലേ. വാട്ട് ഡു യു ഹാവ് ടു, ഹൗ ഡു യു ലുക്ക് അറ്റ് ഇറ്റ്? ബിക്കോസ് യൂണോ ഇസ് എ വെരി കമ്പോസ്ഡ് കളക്റ്റഡ്, പണി അറിയാം,
പവർഫുൾ ആണ്, കിടിലം മറ്റേ ഇതാണ്, മറ്റേ ഗ്രിമോറാണ്. ആളെ മരുന്ന് മറ്റേ മാജിക് പൊളി സാധനം. ആസ്തയ്ക്ക് ആ ഒരു വടിവാള് മാത്രമേ ഉണ്ട്, ആളെ വെച്ചിട്ടാണ് കളിക്കുന്നത്. സോ അപ്പം അതിന് ഭയങ്കര ഡിസ്പാരിറ്റി ഓൾറെഡി സ്റ്റാർട്ടിങ് തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതെങ്ങനെയാണ് ഗോയിങ് ഫോർവേഡ് ഫാൻ ഔട്ട് ആവുന്നത്? ഇന്ത്യൻ പറഞ്ഞ പോലെ തന്നെ നറൂട്ടോ വേഴ്സസ് അല്ലെങ്കിൽ നറൂട്ടോ സാസുക്കെ പോലെ തന്നെയുള്ള ഒരു ട്രെൻഡ്. ഐ തിങ്ക് വി ഹാവ് സെഡ് ദാറ്റ് ബിഫോർ. ഗോക്കു വെജിറ്റ വന്നപ്പോൾ മുതൽ ഷോണൻ ആനിമേസിലെല്ലാം തന്നെയുള്ള ഒരു സാധനമാണ്. നറൂട്ടോ സാസുക്കെ ഒബ്സഷൻ ഉണ്ട്. ഇതില് ആസ്ത യൂണോ ഒബ്സഷൻ ഇല്ല. അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ദേ ഹാവ് ദാറ്റ് ഹെൽത്തി റൈവൽറി. മറ്റേ ടെക്നിക്കൽ ഗ്ലിച്ച്. സോറി മുതലാളി മൊബൈല് സൈലന്റ് ആക്കാൻ മറന്നു. ഈ പറഞ്ഞ ഒബ്സഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മളെല്ലായിടത്തും കാണുന്ന ടാലന്റ് വേഴ്സസ് ഹാർഡ് വർക്ക്, ഇറ്റ്സ് വെരി എവിഡന്റ് ഇൻ ബോത്ത്. ബട്ട് നമ്മുടെ യൂണോ ഓൾസോ വർക്ക് ഹാർഡ് ഉണ്ട്, പക്ഷെ അവന് ഇന്നർ ടാലന്റ് ഉണ്ട്. മറ്റേ 4 ലീഫ് ഗ്രിമോർ ആണ് വന്നത്. അല്ല 4 ലീഫ് ഗ്രിമോർ കിട്ടുന്നതിന് മുമ്പേ തന്നെ അവൻ ഇതിനെ മാജിക്കലി ട്രെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അവനറിയാം ആസ്ത നല്ല ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ചാല് സാസുക്കെ സീസ് നറൂട്ടോ ആസ് എ വീക്ക്ലിംഗ്. യൂണോ അങ്ങനെ ചെയ്യുന്നില്ല. യൂണോ അവന് മാജിക് ഇല്ലാന്നറിയെങ്കിലും ഈക്വലി എന്റെ റൈവൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് യൂണോ ട്രീറ്റ് ചെയ്യുന്നത്. സാസ്കെ നറൂട്ടോയെ വീക്ക്ലിംഗ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും ആദ്യം മുതൽ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് സാക്കുറ വന്നിട്ട് മറ്റേ അവന്റെ തന്ത തള്ളയില്ലാത്തോണ്ട് അവൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയത്തില്ലേ. സോറി അല്ല, എന്റെ നറൂട്ടോ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആനിമേ. പോടാ. അപ്പോഴ് അല്ല, അതിനകത്ത് ആദ്യം പറയത്തില്ലേ ഇപ്പൊ ഇല്ലാത്തോണ്ടാണ് അവ ഇങ്ങനെ ആയി പോയത്. അപ്പോഴത്തേക്ക് സാക്കുറയുടെ അടുത്ത് ഊക്കിയിട്ടല്ലേ മറ്റേ സാസ്കെ പോകുന്നത്. അതുണ്ട്. എന്നാലും അവസാനമൊക്കെ അല്ല നമ്മൾ അറിയുന്നേ. മറ്റേ ഇവരൊന്ന് സംസാരിച്ചു എങ്കിൽ മറ്റേ മലയാള സീരിയലിലെ അവസ്ഥയായിരുന്നു. ഈ നറൂട്ടോ എനിക്കും ഇഷ്ടമാണ്, പക്ഷെ ഉള്ള കാര്യം പറയുള്ളൂ. കൊറേയൊക്കെ പരസ്പരം സീരിയലടിക്കും. നീ എന്നോട് ഞാൻ ഉണർന്നേനെ. ആ ഒരു സംഭവം ബ്ലാക്ക് ക്ലോവറിലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ബ്ലാക്ക് ക്ലോവർ കുറെ കൂടെ എന്താ പറയാ, ഇറ്റ്സ് ഫൺ, ഫാസ്റ്റ് പേസ്ഡ്. ഈ ഒരു സ്പീഡിൽ പോകും. ഞാൻ പറയുകയാണെങ്കിൽ ആസ്ത യൂണോ എന്ന് പറഞ്ഞ ഏറ്റവും ഹെൽത്തിയസ്റ്റ് റൈവലറി ആനിമേല്, ഏറ്റവും ഹെൽത്തിയസ്റ്റ് റൈവലറി വെജിറ്റ ഗോക്കു അല്ല. വെജിറ്റ ഗോക്കുവിന്റെ കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. വെജിറ്റ ഗോക്കുവിന്റെ കുഴപ്പം തന്നെ ആന്റി ഹീറോ റൈവലറിയാണ് അവിടെ നടക്കുന്നത് സ്റ്റാർട്ടിങ്. അതായത് ഹീറോയെ കൊല്ലാൻ വരുന്ന ഒരു വില്ലനാണ് ആദ്യം വെജിറ്റ. വെജിറ്റ പലതവണ ഇല്ലില്ല, നീ ഉള്ളതാണോ? ഞാൻ സാർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതാ മറ്റേ വെജിറ്റ ഗോക്കു. അങ്ങനെ കാരണം 2-3 തവണ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ്. അത് മാത്രമല്ല അല്ല, അത് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈഗോ ഉണ്ട്. വെജിറ്റയ്ക്ക് ഈഗോ ഭയങ്കരമാണ്. അതായത് വെറും ഒരു സാധാ സോൾജറിന്റെ മോനായിട്ടുള്ള ഗോക്കു സൂപ്പർ സയനായിട്ട് ഞാൻ ഐ ആം ദ പ്രിൻസ് ഓഫ് സയൻസ്, സോ വൈകാണ്ടായി. ആ ഒരു ചോദ്യം അവൻ എപ്പോഴും ഉണ്ട്. ആ ഒരു ഈഗോ ക്ലാഷ് അവിടെ ഉണ്ട്. നറൂട്ടോ സാസ്കെ എടുക്കുകയാണെങ്കിൽ ദേ ആർ ഒബ്സസ്ഡ്. പക്ഷെ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഇൻ ആൻഡ് യാങ്. ഇൻ ആൻഡ് യാങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇന്നില്ലാതെ യാങ്ങിനും യാങ് ഇല്ലാതെ ഇന്നിനും പറ്റില്ല, നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ ആൻഡ് യാങ് എപ്പോഴും ഒന്നിച്ചു വേണം. അതുകൊണ്ടാണ് ഈ ഒരു അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അങ്ങനെ. സോ അതുകൊണ്ട് സാസ്കെ നറൂട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഒബ്സഷനിലാണ് നിൽക്കുന്നത്. റൈവലറി. ഇപ്പൊ നമ്മളെ റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനെ ഒരാൾ നമ്മളത്തെ ഒബ്സഷൻ ഉണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ എന്തുവരും? നമ്മൾ പെട്ടൊരവസ്ഥയാണ്. ഇപ്പൊ നമുക്ക് ആന്റി ഹീറോ പോലെ ഒരു വെജിറ്റ അല്ലല്ല, എനിക്കങ്ങനെ ഗുണന്മാർ വേണ്ടൊന്നുമില്ല. എന്തിനാണ് എന്നെ കൊണ്ട് പറയുന്നത്?
അതെ, വെജിത്ത ഗോക്കു നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. ഇപ്പം പുറകുന്നവരുന്ന ഒരുത്ത കുത്തുന്നൊരുത്തം കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുത്തൻ എപ്പോഴും കൊല്ലാൻ കൂടെ കിടക്കുകയാണ്, പക്ഷെ അവൻ എൻ്റെ റൈവലാണ്, എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു കിടന്ന് അങ്ങനെ ഒരുത്തരം നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് റൈവലായിട്ടല്ല നമുക്ക് ഫ്രണ്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഗോക്കു വെജിത്ത പോലൊരു ഫ്രണ്ട്ഷിപ്പിനെ. പക്ഷേ ആസ്ത യൂനോ നമുക്ക് റിയൽ ലൈഫിൽ ഒരു റൈവലറി കിട്ടുകയാണെങ്കിൽ എങ്ങനത്തെ റൈവലറി നമുക്ക് വേണോ നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് അന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ യൂനോ ഈസ് പവർഫുൾ ഇൻ ദ ബിഗിനിങ് ആൻഡ് ആസ്ത ഈസ് വെരി പവർലെസ്. അവന്റെ വെറും അവന്റെ ബോഡി മാത്രമാണ് വെച്ചിട്ടാണ് അവൻ നിൽക്കുന്നത്, ഫിസിക്കൽ സ്ട്രെങ്ത് വെച്ച് മാത്രമാണ് അവൻ നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും യൂണോ പറയുന്നത് ആസ്ത ഈസ് മൈ റൈവൽ. ഇതിന് ഒരു ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും ദേ ആർ ഈക്വലി പവർഫുൾ ആവുന്നുണ്ട്. അപ്പോഴും ആസ്ത പറയുന്നത് ആസ്തയും പറയുന്നുണ്ട്, യൂണോയും പറയുന്നുണ്ട് വി ആർ റൈവൽസ്. ഇതിനുശേഷം ആസ്തയ്ക്ക് ഉള്ള പവർ നല്ല രീതിയിൽ കൂടുന്ന സമയത്തും ആസ്ത തന്നെ പറയുന്നുണ്ട് സ്റ്റിൽ വി ആർ റൈവൽസ്. നമ്മളിപ്പോഴും ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോഴും പോരടിക്കുന്നത്, വിസാർഡ് കിങ് ആവാൻ വേണ്ടി തന്നെയാണ്. സോ വി ആർ സ്റ്റിൽ റൈവൽസ്. അതുകൊണ്ട് ഏറ്റവും നല്ല റൈവലറി, ദ ഹെൽത്തിയസ്റ്റ് റൈവലറി ഇൻ ആനിമെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ആസ്ത യൂനോണ്. വേറെ ഏത് നിങ്ങൾ കൊണ്ടുവന്നോ അല്ല, ഞാൻ സമ്മതിച്ചില്ല. ആരാ അല്ല വേറെ ആരും ഇത്താച്ചി ഒരാച്ചുമാരും ഉണ്ട്, നല്ല റൈവലറി ആയിരുന്നു. പിന്നെ മറ്റേ പിള്ളാച്ചനെ പോലെ മുണ്ടൊക്കെ ഇവിടെ ഇപ്പൊ എന്താണ് പടക്കം പൊട്ടിച്ചേ. ഈ എന്താ പറയാ, ഈ ആസ്ത മറ്റേ എത്രയൊക്കെ തല്ലിട്ടി കഴിഞ്ഞാലും താഴത്തില്ലടാ, ആ സ്കീമാണല്ലോ. ബെസ്റ്റ് നെവർ ഗിവ് അപ്പ് ക്യാരക്ടർ അങ്ങനെയാണല്ലോ എല്ലാരും. അതെ, ഗോക്കു ആണല്ലോ അതെ, ഞാൻ തുച്ഛതല്ല. അതിനെ നെവർ ഗിവ് അപ്പ് ഞാൻ പെടുത്തൂല. നെവർ ഗിവ് അപ്പും ഉണ്ട്. ആ റെസിലിയൻസ് ഉണ്ടെങ്കിലും അവൻ ചത്താലും അവന് കുഴപ്പമില്ല, അവന് വേണമെങ്കിൽ തിരിച്ചു വരാം. ആസ്തക്ക് അങ്ങനല്ല. ഞാൻ പറഞ്ഞ ആ ട്രെൻഡ്, നെവർ ഗിവ് അപ്പ് ട്രെൻഡ് അവിടെ നിന്ന് തുടങ്ങിയതാ. പിന്നെ തലതൊട്ടപ്പന്മാരുടെ കാലത്ത് ഇതിന് മുമ്പും ഉണ്ട്. നമ്മുടെ ബിഗ് ത്രീയിലുണ്ട്. റുറോണി കെൻഷിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതിന്റെ സമയത്തുള്ളതാണ്, ഈ പറഞ്ഞ ഡ്രാഗൺ ബോളിന്റെ സമയത്തുള്ള ആ സമയത്ത് മുതലേ ഈ പറഞ്ഞ നെവർ ഗിവ് അപ്പ് സാധനം ഉള്ളതാണ്. അത് മിക്ക അനിമെ MCസിനും ഉള്ള ഒരു ട്രെൻഡ് ആണ്. ഇപ്പം നമ്മളെ സിനിമയിലെ നടന്മാർക്കില്ലേ നെവർ ഗിവ് അപ്പ് അല്ലേ അവർക്ക് കൊടുക്കുന്നത് ഇപ്പം കൂടുതലായിട്ടും. ഫോർ എക്സാമ്പിൾ പറയണ തുപ്പാക്കിയുടെ സിനിമയിൽ ഏറ്റവും അവസാനം അടിയെ കൊണ്ടുവന്നിട്ട് വിജയ് വീണ്ടും എഴുതിട്ട് നെവർ ഗിവ് അപ്പ് അല്ലേ അവിടെ കൈ കൊടിഞ്ഞ് തിരിച്ചൊക്കെ വയ്ക്കും. അവിടെ നെവർ ഗിവ് അപ്പ് അല്ലേ? അത് എല്ലാ നെവർ ഗിവ് അപ്പ് എക്കാലവും MCക്കുള്ള ഒരു പവറാണ്. പക്ഷെ ഈ ഏറ്റവും നല്ല നെവർ ഗിവ് അപ്പ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്ത. കാരണം നീ എന്നെ അടിച്ചിട്ട് കാര്യമല്ല, നീ പോന്നെ കൊന്നിട്ട് പൊക്കോണം, ഇല്ലെങ്കിൽ നിന്നെ തിരിച്ചടിക്കും. അതാണ് ആസ്തയുടെ മൈൻഡ്. അത് അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാങ്ങ പോത്തില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാൻഡി ആയിട്ടുള്ള ഫൈറ്റിനകത്ത് യാമി നിൽക്കുക. അപ്പൊ യാമി എന്ന് പറയും ഐ കാണ്ട് വിൻ വിത്തൗട്ട് യു. ആ സമയത്ത് ചത്ത് കിടക്കിയ ആസ്ത എഴുന്നേറ്റൊരു നിപ്പുണ്ടാവും, ആള് രണ്ടുപേരും പിടിച്ചുകൊണ്ട് കാലും വിറച്ചുകൊണ്ടൊരു നിപ്പുണ്ട്. അവിടെ അതൊക്കെ എൻട്രി എന്നൊക്കെ പറഞ്ഞോണ്ടല്ല ഇങ്ങനെ രോമൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് സല്യൂട്ട് ഞാൻ കാണിക്കും. കഴിഞ്ഞ തവണ കാണിച്ചിട്ട് സെൻസർ ഞാൻ കാണിക്കില്ല. അത് ആ ലെവൽ സ്റ്റഫ് ആയിരുന്നു ഇവന്റെ നെവർ ഗിവ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്തയുടെ. പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടർ എൻട്രീസ് എല്ലാം ഈവൻ ഇഫ് ഇറ്റ്സ് എ സൈഡ് ക്യാരക്ടർ എൻട്രി എല്ലാവർക്കും പ്രോമിനൻസ് ഉണ്ട്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യം. ഞാൻ ബ്ലാക്ക് ക്ലോവറിൽ തുടക്കത്തിൽ തന്നെ ബാക്കി ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും പ്രോമിനൻസ് ഉണ്ട്. വിസാർഡ് സെലക്ഷന്റെ സമയത്ത് യാമിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ആസ്ത മറ്റേ പാന്റ് മുള്ളില്ല, നീ കൊള്ളാണ ചെറുക്ക. അല്ല ആസ്ത ഇങ്ങനെ നോക്കും, മറ്റേ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വലിയൊരു മല വന്ന് നിൽക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങേരുടെ കഴുത്തൊക്കെ എന്റെ ആ ഡയലോഗ് ഉണ്ട്, എന്റെ പള്ളടത്ര അങ്ങനെയൊക്കെ നോക്കിട്ട്. പക്ഷെ ആ സമയത്തും അവന് മറ്റേ മാജിക് തിരിച്ചറിയില്ല, ലെവൽ ചെയ്യാനുള്ള കഴിവ് അവന് ഇപ്പോഴും ഇല്ല. എന്നിട്ട് അവന് മനസ്സിലായി ഇവന്റെ അടുത്ത് ഒന്നും അടിച്ചെടുത്തിട്ട് കാര്യമില്ലെന്ന്. ബെസ്റ്റ് നമ്മുടെ ഈ ടീംസ് ഇല്ലേ, നമ്മുടെ നാറൂട്ടോയിലാണെങ്കിൽ ടീം 7 ഉണ്ട്,
പൈററ്റ് കിങ് നമ്മുടെ ലൂഫിയുടെ പൈററ്റ് ക്രൂ ഉണ്ട്. അതുപോലത്തെ ഒരു ടീം ഓഫ് എന്താ പറയാ ഹീറോസ് ബ്ലാക്ക് ബുൾസ് എന്ന് പറയാൻ പറ്റുമോ? ഹീറോസ് അല്ല, മിസ്ഫിറ്റ്സ് ആണ്. മിസ്ഫിറ്റ്സ്, ഓക്കെ. അതിപ്പോ മിക്ക അനിമേസിലും മിസ്ഫിറ്റ്സ് ആണല്ലോ ഈ മറ്റേ മെയിൻ ക്യാരക്ടർ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു സ്ക്രൂ പോക്കാം. നിനക്കതിന് ഓരല്ല ക്യാപ്റ്റൻ മറ്റേ സ്ഥിരം കക്കൂസ് മനസ്സിലൊന്നും തൂറാനും സമ്മതിക്കില്ല. അത് ഞാൻ നേരത്തെ ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഇടയ്ക്ക് വെച്ചൊരു എപ്പിസോഡിനകത്ത് അവന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മൊത്തം തകരുന്ന സമയത്ത് ആദ്യം വന്നിട്ട് ആസ്തയുടെ തലയ്ക്ക് പിടിച്ചിട്ടാ പറയുന്നത് കക്കൂസ് ശരിയാക്കടാന്ന്. അവന് കട്ടിലും വേണ്ട, കുളിമുറിയും വേണ്ട, ഒന്നും വേണ്ട, എന്റെ കക്കൂസ് ശരിയാക്കടാന്ന് ആദ്യം വന്നിട്ട് പറയുന്നത്. അതിലൊരു സീനുണ്ട്, പുള്ളി ഇങ്ങനെ ബാത്റൂമിൽ എടുത്തിട്ട് എന്നെ എംബ്രേസ് യുവർ സെൽഫ്, ദിസ് ഈസ് ഗോണ ബി ദ ബിഗ്ഗസ്റ്റ് ഡംപ് യെറ്റ് എന്ന് അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഇവ അറിയാതെ വന്നിട്ട് എന്റെ കക്കൂസ് പറഞ്ഞു. കക്കൂസ് തെറിയൊന്നുമല്ല, കൊല്ലാനാ വിളിക്കുന്നത്. അയ്യോ അയ്യോ. എല്ലാത്തിനും അല്ല, ബ്ലാക്ക് ബുൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടീമുകൾ ഒരുപാട്. ടീം 7 ഉണ്ട്, അക്കാത്സ്കി ഉണ്ട്, ഗോത്തേ 13 ഉണ്ട്, അങ്ങനെ പല ടീംസ് ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാം ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ക്യാപ്റ്റൻ ടീമിൽ ചേർക്കുക. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ മിസ്ഫിറ്റ് ആയിട്ട് ആർക്കും വേണ്ടാതെ കിടക്കുന്നവരെ യാമി കൊണ്ടുവന്നിട്ട് ലെജൻഡുകളാക്കുക. അതായത് ദേ ആർ ദ ബെസ്റ്റ് എന്ന് ഞാൻ വീണ്ടും പറയുക. കാരണം ദേ ആർ നോട്ട് ലെജൻഡ്സ്. അവർ വരുന്ന സമയത്ത് ബാക്കിയുള്ളതാണ്. ഇപ്പൊ അക്കാത്സ്കി ആൾക്കാരെ ക്ഷണിക്കുന്നത് അവരുടെ പവർ ലെവൽസ് വെച്ചിട്ടാണ്. ഈ പറഞ്ഞ ടീം 7 രണ്ടുപേരും പ്രോഡിജീസ് ആണ്. സാക്കുറ മാത്രമാണ് അതിനകത്ത് എക്സ്ട്രാ വരുന്നത്. അതും ഓക്കെ. 13 എല്ലാരും അവിടെ തന്നെ ഉള്ള പവർഫുൾ ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ അങ്ങനെയുള്ളൊരു ടീമിനെ ചേർത്തിട്ട് അവർ ദേ ആർ പവർഫുൾ അങ്ങനെയാണ്. പക്ഷെ അവർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സാക്കുറ, നരൂറ്റോ, സാസ്കെ ആണെങ്കിൽ കൊച്ചുനാളിൽ പോലെ അവര് ടോട്ടലി ഒരു കെട്ടിപ്പിടിച്ച് കരയുന്ന സെറ്റപ്പിലുള്ളവരല്ല. അവരെല്ലാവരും അവരവരുടേതായ ലൈഫ് ആ ഒരു ഇതിനകത്തിക്കുന്നവരാ. അക്കാസ്കി ഒക്കെ ആണെങ്കിൽ ടോട്ടലി അവർക്ക് എല്ലാവർക്കും അവരുടെ അജണ്ട ആൻഡ് അവർ അജണ്ടകൾ കൊണ്ട് മാത്രം നിൽക്കുന്നവരാ. ഇപ്പം ഗോത്തത്തെ നോക്കുകയാണെങ്കിൽ എല്ലാരും റൂത്ത്ലെസ്. അവര് ഒരു ആളിന് അണ്ടറിൽ നിൽക്കുവാണ്. ആ ആള് പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നതാണ് അവരുടേത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിംഗ് എന്നല്ല, ഒരു ഫാമിലിയാണ് ഇവര്. സ്നേഹബന്ധത്തിലാണ്, ഒരു ഫാമിലിയാണ് ഇവര്. അവരില് തന്നെ അതും എല്ലാത്തിനും സ്ക്രൂ ലൂസ് ആയിരുന്നിട്ട് പോലും അവരെല്ലാരും ഒന്നിച്ചിരിക്കുന്ന ഒരു ഇതുണ്ട്. വട്ടന്മാരെ യാമി ഒന്നിച്ചു കൂട്ടിയുണ്ട്. അതായത് വലിയ സൈക്കോ അല്ല, യാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ക്ലോവറിന്റെ സ്റ്റോറി നടക്കുന്നത് മെഡീവിയൽ പീരീഡിലാണ്, മെഡീവിയൽ യൂറോപ്പിലാണ് നടക്കുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ്, റൊമേനിയ എന്ന് പറയുന്ന 2 കൺട്രികളുടെ ആയിട്ടാണ് ഈ പറഞ്ഞ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സ്പേസ്. കാരണം അതിനകത്തുള്ള പേരുകൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പേരുകൾ എത്തുന്നത് ഫ്രഞ്ച്, റൊമേനിയൻ കൾച്ചറിൽ നിന്നുള്ള പേരുകളാണ് ഇതിനകത്തുള്ള മിക്ക ക്യാരക്ടേഴ്സിന്റെയും പേരുകൾ. ഇതിനകത്തുള്ള ഔട്ട്സൈഡർ എന്ന് പറയുന്നത് യാമിയാണ്. യാമി മറ്റൊരു ജാപ്പനീസ് ആണ്. ജാപ്പനീസുകാരൻ അങ്ങോട്ട് കയറി വരുന്നതുകൊണ്ടാണ് ഫോറിനർ എന്നും പറഞ്ഞ് അവനെ വിളിച്ച് കളിയാക്കുന്നത്. അന്ന് മുതൽ തന്നെ അവൻ ഈ പറഞ്ഞ എന്തുവാണെന്ന് പറഞ്ഞ ഈ റേസിസം ഒക്കെ അനുഭവിച്ചിട്ടാണ് അവന്റെ വളർച്ച. ആ ഒരു ഇതിനകത്ത് അവൻ ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്, അവന്റെ ടീമിലോട്ട് ചൂസ് ചെയ്യുന്നത് ഏറ്റവും മോശമായിട്ട് നാട്ടില് ആൾക്കാർ കാണുന്ന ആൾക്കാരെ കൂട്ടി ഒരു ടീം, അവർക്ക് ഒരു തണല് കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലാണ് ഇവരെ കൂട്ടുന്നത്. അവരുടെ പൊട്ടൻഷ്യലും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു ടീം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പക്ഷെ അവരെല്ലാരും എന്തുന്ന് പറയുന്ന ആദ്യം മുതലേ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഫ്രം ആസ്ത ആ ഒരു ടീമിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ആസ്തയുടെ നെവർ ഗീവ് അപ്പ് ആണ് ഇവരെയും കൂടി എല്ലാവരും അവരുടെ ലിമിറ്റ്സ് പുഷ് ചെയ്യുക. അത് യാമിക്ക് അത് ഇമ്പോർട്ടൻ്റാ. പുഷ് യുവർ ലിമിറ്റ്സ്. അതിന്റെ കൂടെ ആസ്ത വരുന്നത് നെവർ ഗീവ് അപ്പ്. ഇത് രണ്ടും കൂടി ചേരുമ്പോ എന്തുവാ അവസ്ഥയാണ്. അത് നമുക്ക് അതായത് ആനിമയുടെ ജേർണിയിൽ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. ഓരോ കഥാപാത്രം, അതായത് ബ്ലാക്ക് ബുള്ളിലെ ഓരോ കഥാപാത്രത്തിനും മുമ്പിൽ ഉണ്ടാകുന്ന പ്രശ്നം
അവരെങ്ങനെ നേരിടുന്നു. ആ ക്യാരക്ടർ ഡെവലപ്മെന്റ് എല്ലാ ക്യാരക്ടറിലും വരുന്നുണ്ട്. ഡാൻഡയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ് എല്ലാവരും ഇനി കാണേണ്ടത്. സോറി മാഗ്ന, ഡാൻഡ വില്ലനാണ്, മാഗ്നയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആള് മാറി, സോറി പേരിനൊക്കെ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ട്. അല്ല അത് പറയാനുള്ളതാണ്. പേരുകൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള എല്ലാ യൂറോപ്യൻ മെഡീവിയൽ നെയിംസ് ഒക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലീച്ചിലെ പോലുള്ള പേരുകളൊക്കെയാണ് ഇതിനകത്തുള്ളതും. കുറച്ച് ടഫാണ് ഇതിനകത്തുള്ള പേരുകൾ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞത്. ഇപ്പം ബ്ലാക്ക് ക്ലോവർ ലുലിക്യോറ അല്ലെങ്കിൽ ഗ്രിംജോ എന്നൊക്കെ പറയുന്ന കണക്കുള്ള പേരുകളൊക്കെ ഇതിനകത്ത് ഒരുപാട് വരുന്നുണ്ട്. ഉൽക്യോറ, ഗ്രിംജോ, മറ്റേ ബാക്കിയുള്ള അരാങ്കാർസിന്റെ പേരൊക്കെ അതൊക്കെ ഇവനെ കരുണിനെയൊക്കെ വിളിച്ചിരുത്തണം, മറ്റേ അതിന്റെ എൻസൈക്ലോപീഡിയ ഒക്കെ വിളിച്ചിരുത്തണം. ഞാൻ ആൾക്കാരെ പേര് തന്നെ മറന്നു പോകുന്നൊരുത്തന്നെ എന്റെ അടുത്ത് ക്യാരക്ടേഴ്സിന്റെ പേര് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില മറന്നൊക്കെ പോയെന്നൊക്കെ ഇരിക്കും. സോ പാർഡൺ മീ ഫോർ ദാറ്റ്. ഇപ്പൊ അത് പറഞ്ഞല്ലോ മാഗ്നയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, ക്യാരക്ടർ ആ ഫൈറ്റ് കാണാം. അത് മാങ്കലാണ്, ഞങ്ങൾ പറയുന്നില്ല, കൂടുതൽ പറയുന്നില്ല. അത് കാണേണ്ട ഒരു സാധനം. വേൾഡ് ഓഫ് ഇമ്മോർട്ടൽസ് അത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. മാങ്കയില, അത് ആനിമേറ്റഡ് ആയിട്ടില്ല. രണ്ട് സീസണും കൂടെ ആവണം. നമ്മുടെ ഈ മിക്ക മെയിൻ ക്യാരക്ടേഴ്സിനും ഒരു തലപ്പിലാന്ന് പിടിച്ച ഡ്രീം ഉണ്ടാവും. ലൂഫിക്ക് പാർക്കിംഗ് ആവണം, മറ്റവന് ഹൊക്കാഗെ ആവണം, മറ്റവന് മറ്റേ ഗ്രേറ്റസ്റ്റ് ഇൻ ദ വേൾഡ് സംഭവമൊക്കെ ആവണം. എല്ലിനാണെങ്കിൽ കോങ്കർ ദ വേൾഡ് സുപ്പീരിയർ ബീങ് ആവണം. ആസ്തക്ക് വിസാർഡ് കിങ് ആവണം. വിസാർഡ് കിങ് മാത്രല്ല, കന്യാസ്ത്രീനെ കല്യാണം അതായിരുന്നു ആദ്യത്തെ ഡ്രീം. വിസാർഡ് കിങ് ആയിട്ട് തിരിച്ചു വന്നിട്ട് അവളെ കെട്ടണമെന്നുള്ളതാണ് ഇവന്റെ മെയിൻ ഡ്രീം. അപ്പൊ വിസാർഡ് കിങ് ആണ് സബ് ഡ്രീമാണ്. അതെ. അല്ല, നീ ഒന്ന് ആലോചിച്ചേ, ആ രാജ്യത്തുള്ള പെൺപിള്ളേരെല്ലാം ചെറുക്കന്റെ പുറകെ നടന്നിട്ട് അവന്റെ ആത്മാർത്ഥത, സിസ്റ്ററിനെ മാത്രം അവൻ ഓർക്കുള്ളൂ. സിസ്റ്റർ ലില്ലി പറഞ്ഞ് പുറകെ നടക്കുന്നത്. അവ അത്ര നൈവാണ് ക്യാരക്ടർ, അത്രക്കേ ഉള്ളൂ. നോവല് പുറകെ നടക്കുന്നുണ്ട്. പിന്നെ വെർമിലിയോന്റെ ഗാംഗിൽ ആ പെണ്ണ് മിമോസയാണ് സത്യം പറഞ്ഞാൽ തോക്കൂൻ. പിന്നെ ആ ഗ്രാമത്തിലെ വേറെ ഏതോ പെണ്ണാണ് ഇവന്റെ കിസ് ഫസ്റ്റ് അടിച്ചു മാറ്റുന്നത് നോയലിന്റെ അടുത്ത്. നോയൽ ചത്ത് നിൽക്കൂടെ. അത് നോവൽ അതിനെക്കാട്ടും എനിക്ക് നിന്നെ ഇഷ്ടമല്ല, വേറെ ആരുടെയും പുറകെ നിന്നെ ഞാൻ കൊന്നത്. അത് ഡയറക്റ്റ് പറയില്ല, മനസ്സിലേ അറിയുള്ളൂ. നോയലോ അത് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് ഞാൻ ചോദിച്ചു വന്നത് മറ്റേ ഒരു കിടിലൻ ആസ്പിറേഷൻസ് കാണല്ലോ. അപ്പൊ വിസാർഡ് കിങ് ആസ്ത ആവുന്നതിനോടുള്ള ഒരു യോജിപ്പ് എത്രത്തോളം ഉണ്ട്? ആസ്ത വിസാർഡ് കിങ് ആയി, because you itself said naive ആണ് ക്യാരക്ടർ. വിസാർഡ് കിങ് comes with a lot of responsibilities, to be fair. And വിസാർഡ് കിങ് should have power, magic power ഇല്ല. magic power ഇല്ല, പക്ഷെ വിസാർഡ് കിങ് ആവണം. So how significant അല്ലെങ്കിൽ എത്രത്തോളം അതിനോട് യോജിക്കുന്നുണ്ട് the whole part about the Asta being Wizard King? മാജിക് ഇല്ലാന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ ഇപ്പൊ ആൻഡ്രോയിഡ് മാജിക് അല്ലേ ഇരിക്കുന്നത്. മാജിക് ഇല്ലല്ലോ. പിന്നെ എന്താന്ന് വെച്ചാല് ആന്റി വിസാർഡ് കിങ്, പിന്നെ ഷാഡോ വിസാർഡ് കിങ്. അതിലൊരു അർത്ഥമുണ്ട്, അത് പറയാം. ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം കോൺസ്പിറസി എന്നുള്ള രീതിയിലൊക്കെ പറയാവുന്നതേ ഉള്ളൂ. ഒന്നെങ്കിൽ മറ്റേ വാട്ട് ഡു യു തിങ്ക്, നമുക്ക് തിയറീസ് ആയിട്ട് പോകണമെന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് ആ ലോകത്ത് മാജിക് ഇല്ലാത്ത പലർക്കും മറ്റേ പ്രസക്തി വരുവാനായിട്ട് ഇവൻ വിസാർഡ് കിങ് ആവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കഥയുടെ ഒരു വോക്കൊക്കെ കണ്ടിട്ട് മാങ്ങ തീർന്നിട്ടില്ലല്ലോ, ഇപ്പോഴും പോകൊണ്ടിരിക്കുന്നില്ല. മടിയനാ, ആടാ ഇപ്പൊ സീസണല്ലോ ആക്കി ആനിമേ. ഓക്കെ, വിസാർഡ് കിങ് ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ആദ്യം പറയാം. ഇപ്പം അപ്പാർട്ട് ഫ്രം ഗോക്കു, ലൂഫി ഒരു പ്രോഡിജിയാണ്. അതെ, നാരൂട്ടോ ഒരു പ്രോഡിജിയാണ്. അതെ, തുടക്കത്തിലല്ലായിരുന്നു തോൽവി അല്ല, സ്റ്റിൽ അവൻ ജനിച്ചതേ ഒരു പ്രോഡിജി ആയിട്ടാണ്. ഗോഡ് ഫാദർ ആയിട്ട് ജിറായ, അവന്റെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടി കക്കാശി, തന്തയായിട്ട് മിനാറ്റോ, തള്ളയായിട്ട് കുഷീന, എന്തോ വേണം. പിന്നെ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചപ്പോഴേ അവൻ രാജാവ്. ആദ്യം പറഞ്ഞ അവൻ അറിയത്തില്ലെന്നേ ഉള്ളു, നാട്ടുകാർക്ക് അറിയത്തില്ല, അവനും അറിയത്തില്ല, അതേ ഉള്ളു പ്രശ്നം. ജനിച്ചപ്പോ രാജാവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും കൂടെ വെട്ടിപ്പൂരി കൊണ്ടുപോയി. അത് വേറെ അതുകൊണ്ടാണ് അതുകൂടെ.
അപ്പോഴേ അത് ഇപ്പൊ ലൂഫിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഡ്രാഗന്റെ മോനെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എപ്പോഴും വിട്ടിപ്പരിതുകൊണ്ട് പോകാനായിരുന്നു. അപ്പോഴ് അവനും പ്രോഡിജിയാണ്. ഇപ്പം നമ്മുടെ ഇച്ചിഗോ കുരസാക്കി നോക്കുകയാണെങ്കിൽ ഇച്ചിഗോ കുരസാക്കി ഒരു പ്രോഡിജിയാണ്. ഇച്ചിഗോ കുരസാക്കി വലിയ പ്രോഡിജി, ഒരുപാട് പ്രോഡിജിയാണ്. അതുകൊണ്ട് അതും ഓരോ ആർക്കില്ല ഓരോ പ്രോഡിജി. മങ്കാക്ക ഈസ് ലൈക്ക് ഡു യു നീഡ് എ പ്ലോട്ട് ആർമർ? നോ, ഐ ആം ദ പ്ലോട്ട് ആർമർ. ഐ ആം ദ ഡേഞ്ചർ. ഐ ആം ദ ഡേഞ്ചർ. ഞാനാണ് കഥ. അതുകൊണ്ട് ഇച്ചിഗോ ഒരു പ്രോഡിജിയാണ്. ബാക്കിയുള്ള കാര്യം ഇപ്പം നമ്മൾ പുതിയ അനിമേളെ നോക്കുകയാണെങ്കിൽ ഇവൻ ജൂത്സു കൈസൺ അല്ല, ഡീമൺ സ്ലെയറില് താഞ്ചിറോ. അപ്പോൾ താഞ്ചിറോ ഒരു പ്രോഡിജിയാണ്. ഇപ്പം യുജി ഒക്കെ ആണെങ്കിൽ യുജി ഗിഫ്റ്റഡ് ആണ്. അതിനകത്ത് ഇടയ്ക്ക് ഒരു കഴിഞ്ഞ കുറച്ച് ചാപ്റ്ററിന് മുമ്പ് വരെ എഴുത്തുകാരന് വരെ സംശയം ഉണ്ടായിരുന്നു ആരാക്കണം, ടോസ് ചെയ്ത് നോക്കിയിട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ യുജിയുടെ കാര്യത്തില് പെണ്ണടാ പുള്ളിക്കാരത്തി ഇത്ര തന്തയില്ലേ കാണിച്ചിട്ട് പിന്നെ പെണ്ണ ചെറുക്കല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേ എന്തരാണെങ്കിലും ഇവരെല്ലാരും പ്രോഡിജീസാണ്. ഈവൻ അങ്ങനെ ഈ പവറുകളെല്ലാം എനിക്ക് എന്റെ തന്തയുടെ കിട്ടിയാണ്, തള്ളയുടെ കിട്ടിയാണ്. ആ സാധനം ഒന്നുമില്ല. ഇവനൊരു ബ്രദർ, ഒരു സ്റ്റെപ്പ് ബ്രദർ ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റെപ്പ് ബ്രദർ അവനെ ഇപ്പോഴും കാവൽക്കാരനായിട്ട് അവന്റെ കൂടെ നിപ്പുണ്ട്. ലൈവ് the devil himself. ഓക്കെ, കാണിക്കുന്നുണ്ട്. അതാ അനിമേല്, അതാ സ്റ്റാർട്ടിങ്ങിലോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹാർഡ് വർക്കിന്റെ ഒരു അതായത് അവന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ടാണ് അവൻ ആ വാളെടുത്ത് പൊക്കുന്നത്. അവിടുത്തെ വിസാർഡ് കിങ്ങിന് പോലും ആ വാളെടുത്ത് പൊക്കാനുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് ഇല്ല. അതാണ് ആസ്ഥ. ആന്റി മാജിക് സോഡല്ലേ, അയാൾ എടുത്ത് പൊക്കാൻ നോക്കുമ്പോ വലിച്ചെടുത്തോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ. അപ്പോഴ അവന്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ളവരുടെ ഡ്രീം കണക്കല്ല. ബാക്കിയുള്ളവരുടെ ഡ്രീം എന്ന് പറഞ്ഞാൽ അച്ചീവബിൾ ആണ് അവർക്ക്. ഇവന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ അച്ചീവബിൾ അല്ല. കാരണം വിസാർഡ് കിങ് മീൻസ് അവിടുത്തെ ഏറ്റവും പവർഫുൾ വിസാർഡ് കിങ്, ദ മാജിക് കിങ്. ബട്ട് ഹി ഡസന്റ് ഹാവ് മാജിക്. അത് എന്തൊരു കോൺട്രഡിക്ട് ചെയ്യാണ്, ഡെലൂഷൻ കോൺട്രഡിക്ട് ചെയ്യണത്. അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് ഇതിന്, ഈ ഒരു ഇതിനകത്ത്. അപ്പോഴേ അത് ഒരു അതിന്റെ ഒരു ഇപ്പോഴുള്ളൊരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണോ വിൽ ബിക്കം ദ വിസാർഡ് കിങ് ഓഫ് ക്ലോവർ കിങ്ഡം ആൻഡ് ആസ്ത വിൽ ബിക്കം ദ ഹയസ്റ്റ് വൺ ഇൻ സ്പേഡ് കിങ്ഡം. ആ രീതിയിൽ അങ്ങനെ തിയറിയാണ്, ഒന്നും കൺഫേം തോന്നുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം യൂണോ ക്യാൻ ബി സ്പേഡ് കിങ്ഡം എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടലി ഇപ്പൊ അഡ്വേഴ്സായിട്ട് അടക്കുകയാണ്. ആസ്ഥക്ക് അവിടെ കുറച്ച് കാരണങ്ങളുണ്ട് അതിന്. സോ മേ ബി ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. അപ്പോഴാ ഒരു ചാൻസ് കിടപ്പുണ്ട്. അപ്പോഴതാണ് ഫീമെയിൽ ക്യാരക്ടേഴ്സ്. ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ നീ ആദ്യം പറഞ്ഞോ. പെണ്ണുടിയാണ് തോന്നുന്നത്. എനിക്ക് ആകെ ഓർമ്മയുള്ള നോയലിന്റെയും മെരീലിയോണയുടെ പേരും മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ മിമോസ. അങ്ങനെ നോക്കുകയാണെങ്കിൽ മെരീലിയോണയുടെ ക്യാരക്ടർ വനേസ, ഷാർലറ്റ്, ഇന്തടഞ്ഞ മറന്നു പേര് മെരിലിയോണയുടെ എൻട്രൻസ് ഭയങ്കര അടിപൊളിയാ. അതായത് ഇതിങ്ങനെ ഇരിക്കുക, ഇവരെ ഒന്ന് ഡോറ് ചവിട്ടി പൊളിക്കും. ഒന്നിനെയും പേടിക്കാത്ത യാമി മറ്റേ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇതാ മനുഷ്യനെ സംഭവിക്കും. തലയിങ്ങനെ ചൊറിഞ്ഞൊക്കെ ആയിരുന്നു. ഇത് വന്ന് കാണുന്ന എല്ലാരും ഓടിക്കോ, എടാ രക്ഷപ്പെട്ടോ, എങ്ങാനും പിടിച്ച എങ്ങനെ ചത്തോലെ നോക്കരുതൊന്ന്. അത് കിട്ടും. യാമി വിറച്ച് കാണുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് അതുവരെ. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ നോയൽ നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു പ്രിൻസസ് ആണ്. പക്ഷെ അതില് എന്താ പറയാ, ഇപ്പം ഷീസ് ബ്രാറ്റി, ദാറ്റ് ഇസ് ദയർ. പക്ഷെ സ്വന്തം കുടുംബത്തിൽ അവഗണനയും എന്താ പറയാ അത്രയും പവർഫുൾ ആയ റോയൽ
അത് ഭയങ്കര മോശമാണ് അവർക്ക്, ആ റോയൽ ഫാമിലിക്ക്. അപ്പോൾ ആ റോയൽ ഫാമിലിയിൽ അവളുടെ അമ്മ ഏറ്റവും വലിയ മേജസിൽ ഒരാളായിരുന്നു. സോ എന്തുകൊണ്ട് അവരുടെ മകളായിട്ട് നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവളുടെ സിബ്ലിങ്സ് എല്ലാം ഇഗ്നോർഡ്, റിഡിക്യൂൾഡ്. അപ്പം അവിടെ നിന്നും ബ്ലാക്ക് ബുൾസിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര ബ്രാറ്റി ആയിട്ടുള്ള നോവൽ, എന്താ പറയുക, ഭയങ്കര എന്താ പറയുക, സബ്ജക്ട്സ് ആയിട്ട് കാണുന്ന ബ്ലാക്ക് ബുള്ളിലെ ആൾക്കാരെ സ്നേഹിച്ചു തുടങ്ങുന്നതും ആസ്തയോടുണ്ടാകുന്ന അട്രാക്ഷനും അവളുടെ ആ നല്ല സ്വഭാവം പുറത്തു വരാതിരിക്കാനായിട്ട് അവൾ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. വനീസ പിന്നെ പറയാനില്ല, ആ ചിരി ബൾബ് ഇട്ടല്ല പറ. ഓക്കെ, ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ഫീമെയിൽ ക്യാരക്ടർ ഒരു ആനിമയ്ക്കകത്ത്, ഞാൻ ഇത്ര ആനിമകൾ ഒരു ഏകദേശം ഒരു 200+ ആനിമ കണ്ടിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫീമെയിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് നൊയേല. ഓക്കെ, അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മൾ കാണുന്ന ഒരു 80% ആനിമയ്ക്കകത്ത്, ഞാൻ 90% ഒന്നും പറയുന്നില്ല, കാരണം മേ ബി ഞാൻ കാണാത്ത ഒരുപാട് ആനിമയുണ്ട് ഇവിടെ, ലക്ഷക്കണക്കിന് ആനിമകൾ ചിലപ്പോൾ കാണും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ സ്ഥിരം കാണുന്ന നമ്മളെ മെയിൻ സ്ട്രീം ആനിമകളിൽ ഒരു 80% ആനിമയ്ക്കകത്തും ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ അങ്ങ് താഴ്ത്തി കെട്ടും ഒരു സമയം കഴിയുമ്പോഴത്തേക്കോ. അല്ലെങ്കിൽ അതായത് MC ഉള്ളോണ്ടൊരു പെണ്ണ് വേണം. MC അതില് എന്റെ നോക്കി കാണലിൽ തകർത്ത് കളഞ്ഞത് നിയോൺ ജെനസിസ് ആയിരുന്നു. അത് ക്യാരി ആണ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ഇത് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒരു MC ഉള്ളത് കൊണ്ട് ഒരു സ്ത്രീ ക്യാരക്ടർ വേണം. ഇങ്ങനെയാണ് പല ആനിമയ്ക്കകത്ത്. ഇപ്പം സാക്കുറയുടെ കാര്യം എടുക്കാം, ഹിനാറ്റയുടെ കാര്യം എടുക്കാം. ഈ 2 ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് എടുക്കുകയാണെങ്കിൽ JJK എടുക്കുകയാണെങ്കിൽ അവരെ കൂടുതൽ മറ്റേ പെണ്ണ് വരുന്ന മെഗുമി മാക്കി, അവളെ എടുക്കാം. ഇപ്പം ഡീമൺ സ്ലെയറിൽ എടുക്കുകയാണെങ്കിൽ ഡീമൺ സ്ലെയറിൽ ഏറ്റവും വീക്കസ്റ്റ് ഹാഷിര. ഈ മാക്കിയാണോ പറഞ്ഞത്? നൊബാരയാണോ പറഞ്ഞത്? നൊബാര. നമ്മള് ഇതിനകത്ത് ഡീമൺ സ്ലെയർ ഏറ്റവും വീക്കസ്റ്റ് ഹാഷിര എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഷിനോബു. ഈ പറഞ്ഞ വേറെ ഏതെങ്കിലും അനിമ പറഞ്ഞു. ഇപ്പം അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞ എനിക്ക് ആലോചിക്കാൻ പറ്റൂല. ഡ്രാഗൺ ബോളിനകത്തുള്ള എത്ര സ്ത്രീ ക്യാരക്ടറുകളുണ്ട് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള. അത് കുരന്റെ കാരണമല്ലേ? അല്ല, അപ്പോഴ് നമ്മളെ എപ്പിസോഡ് ചെയ്യാൻ സിഗ്നിഫിക്കന്റ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് നമ്മളെ ചെയ്തിട്ടുണ്ട്. അപ്പോഴ് അങ്ങനെയുള്ള സമയത്ത് നൊയേൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് കൊടുക്കുന്ന ക്യാരക്ടർ ഡെവലപ്മെന്റ്, ക്യാരക്ടർ ആർക്ക്, ആ ഒരു ക്യാരക്ടർ ആർക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീസ് നോട്ട് ബ്രാറ്റി. അതിനെനിക്ക് ഡിഫറൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ആണ് അവള് ഒരു മിറർ പോലെ അവളെ റെസിസ്റ്റ് ചെയ്യുവാണ്. അവളുടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ജനിച്ച അന്ന് മുതല് അവളെ ചേട്ടന്മാര് അവളത് പറയുന്നത്, നീ കാരണം നിന്റെ അമ്മ മരിച്ചത്, നിന്റെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള നിന്റെ അമ്മയുടെ മകളായിട്ടിരിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അവള് വന്നിട്ട് മറ്റേ ഈ ഒരു വിസാഡാവാൻ വേണ്ടിയുള്ള ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇവളെ ഒളിച്ചിരിക്കുവാണ് അവിടെ ഷാഡോയില്. ആ സമയത്ത് ഇവന്റെ ചേട്ടൻ വന്നിട്ട് ചോദിക്കുന്നത്, നീ ഇവിടെ എന്തോ ചെയ്യുക? ഞങ്ങളെ പേരും കൂടി നാട്ടിക്കാൻ വേണ്ടിയാണോ നീ ഇവിടെ വന്നിരിക്കുന്നത്? ഏതെങ്കിലും ടീമിൽ പോയി കയറി, ഏതെങ്കിലും ടീമിൽ നിന്നെ എന്തായാലും അങ്ങ് എടുത്തോളും, നീ ഇത് റോയൽ ഫാമിലി ആയതുകൊണ്ട് ഇവിടെ നിന്ന് ചുമ്മാ സമയം കളയണ്ട, പോകാൻ പറയും. ഇങ്ങനെ പോയൊരു ക്യാരക്ടറാണ് നൊയേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവക്ക് എവിടെയും സിഗ്നിഫിക്കൻസ് ഇല്ല ഈ ഒരു തുടക്കത്തില് പെൺകുട്ടിക്ക്. അപ്പോഴ് അങ്ങനെ ഒരു ക്യാരക്ടർ ബ്ലാക്ക് ബുൾസ് വരുന്നു. അപ്പോഴ് അവള് നോക്കുമ്പോൾ എന്തുവാ, ഇവരും മറ്റവരെ പോലെ തന്നെ, ബാക്കിയുള്ള ആൾക്കാരെ പോലെ തന്നെ ഇവളെ ഹറാസ് ചെയ്യുകയോ അങ്ങനെ തന്നെ ചെയ്യും. അപ്പോഴവർക്ക് സെൽഫ് റെസിസ്റ്റൻസ് വേണം. അവരിൽ നിന്നിട്ട് ഇവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവള് ബ്രാറ്റിയായിട്ട് അവിടെ നിന്നേ പറ്റൂ. പിന്നെ അവള് അതുകൊണ്ട് ഇവരെല്ലാരെയും പെസ്റ്റുകളെന്ന് പറഞ്ഞ് മാറ്റി, നിങ്ങളൊക്കെ ഇൻസെക്ട്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് അങ്ങ് ഇവരാർക്കും മുഖം കൊടുക്കുന്നില്ല. ആർക്കും
ഇവരാരും ഫ്രണ്ടി വരുന്നില്ല. ഇതിനു മുമ്പ് ജോയിൻ ചെയ്യണമെങ്കിൽ, ബ്ലാക്ക് ബുൾസ് ജോയിൻ ചെയ്യണമെങ്കിൽ മാഗ്നയുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആസ്ത മാഗ്നയെ ഫൈറ്റ് ചെയ്യും. ആ സമയത്ത് ഇവളവിടെ വരുന്നില്ല. ഇവളവിടെ ഒളിച്ച് നിന്നിട്ട് ഇവരെ നോക്കി ചെയ്യുന്നത്, ഇവരവിടെ ഫൈറ്റ് ചെയ്യുന്നത് നോക്കി. മാഗ്ന അവിടെ തൂറി തോക്കും, അത് വേറെ കാര്യം, അത് വേറൊരു സംഭവം. അങ്ങനെ ആ മാഗ്നയാണ്. അതിനുശേഷം അങ്ങനെ ഒരു നൊയേലാണ്. ആ നൊയേലിന് പിന്നെ ആസ്ത അവിടെ ഇമ്പ്രസ് ആണ്. അതായത് ഒരു പവറും ഇല്ലാത്ത ഒരുത്തന് ഇത്രയൊക്കെ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നു, ഈ നാടിനെ രക്ഷിക്കാൻ പറ്റുന്നു, ഈ നാട്ടിൽ ഇത്ര ആൾക്കാരുടെ സപ്പോർട്ട് നേടിയെടുക്കാൻ പറ്റുന്നു, ഇത്ര ആൾക്കാരെ ആസ്പയർ ചെയ്യാൻ പറ്റുന്നു എങ്കിൽ പിന്നെ ഇത്ര ഇച്ചിരി ആ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാജിക് പവറുള്ള എന്നെ കൊണ്ട് എന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ അവളെ സ്വയം ട്രെയിൻ ചെയ്യാണ്. ഇതേ സമയത്ത് ഹിനാറ്റ എന്ത് ചെയ്യുന്നത്, സാക്കുറ എന്ത് ചെയ്യുന്നത്, ആ ചെറുക്കന്റെ തലയ്ക്ക് പഠിച്ച് അല്ല സാസ്കി എന്ന് വിളിച്ച് മറ്റവന്റെ തലയ്ക്ക് പാവപ്പെട്ടവന്റെ തലയ്ക്ക് പഠിച്ച് നടക്കുകയാണ്. ഇങ്ങനെ രീതിയുള്ള ബാക്കിയുള്ള മിക്ക നമ്മൾ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആനിമകൾ എടുത്തു നോക്കിയാലും ഈ പറഞ്ഞ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ ഫേഡഡ് ആണ്. പക്ഷെ നോയേൽ അവള് സ്റ്റിൽ ഈ ഒരു മൂവ്മെന്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവളെ ക്യാരക്ടർ ഡെവലപ്മെന്റ് അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് പവർഫുൾ. ആസ്തയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഫ്രണ്ടി വന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് കുറച്ച് നേരമെങ്കിലും, ആസ്തയുടെ അത്രയും ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ച് നേരമെങ്കിലും ആസ്തയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പവർ ഇവക്കുണ്ട്, നോയലിനുണ്ട്. മറ്റുള്ള സോൾജിയേഴ്സ്, അതായത് ബ്ലാക്ക് ബുൾസിലുള്ള മറ്റുള്ള സോൾജിയേഴ്സ് ആയിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ കാണാമെങ്കിൽ ഇവളും അതിലൊരു സോൾജിയറാണ്. ഷീ ഈസ് നോട്ട് ബേർഡൻ ഫോർ ദ ടീം. പിന്നെ ഉള്ള ബാക്കിയുള്ള ബ്ലാക്ക് ബുൾസിലുള്ള രണ്ടെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലി പവർഫുൾ ആണ്. ചാർമി എന്നൊക്കെ പറഞ്ഞോണ്ടല്ല, ചാർമി വിഷയം പവർ നമ്മള് പിന്നെ അറിയുന്നു. ചാർമിക്ക് പ്രാന്ത. ചാർമി ആ ഒറ്റ കാര്യം, അവള് അവളെ ഫുഡിൽ തൊട്ട് കളിക്കരുത്, അവളെ ഫുഡിൽ തൊട്ട് അവള് കൈ അടിച്ചു പറയും, അത്രേ ഉള്ളു. ഫുഡാണ് എന്റെ ജീവിതം. കൈ വെട്ടുന്നുള്ള സെറ്റപ്പിൽ അവൾ നിൽക്കുന്നത്. അവിടെ പുറത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത്, വെർമില്യന്റെ കൈവെട്ടി അവിടെ ആൾക്കാരവിടെ ഇടിച്ചു കയറി, എനിക്ക് ഫുഡ് ഉണ്ടാക്കി തടാ പട്ടിന്ന് അവിടെ നിന്റെ ഷെഫിന്റെ അടുത്ത്, എനിക്കിവിടെ എപ്പം തിന്നണോന്ന് എനിക്ക് ഫുഡ്, പിന്നെ നീയൊക്കെ പോയി ഫൈറ്റ് ചെയ്യാൻ, ഞാനിവിടെയൊക്കെയാണ്. ആസ്ത ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, യാമി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ചാർമിയ. അത് ആർക്കും അറിയത്തില്ല. ഈവൻ ഒരുപാട് നാളായിട്ട് ആ ടീമിലുള്ള ഇവർക്ക് പോലും അറിയാം, മാഗ്നയ്ക്കും ലക്കിനും പോലും അറിയത്തില്ല അവള് ഇത്ര ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ എന്നുള്ളത്. പിന്നുള്ളത് ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ നമ്മൾ ഈ പേര് പറയുന്ന കണക്ക് തന്നെ അവള് പിൻവലിഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആദ്യം മുതൽ ഇൻട്രോവേർട്ടഡ് ആണ് ഏറ്റവും. പക്ഷെ അവളുടെ പവർ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അതായത് അവള് പവർഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ ടീമിലുള്ള ബ്ലാക്ക് ബുള്ളിലെ ടീമിലുള്ള ഒരു ക്യാരക്ടറിന്റെ രൂപം ഇവക്ക് സ്വീകരിക്കാൻ പറ്റും. ചിലപ്പോൾ അവരുടെ പവർ ഒക്കെ ചിലപ്പോൾ സ്വീകരിക്കാൻ പറ്റുന്നിരിക്കാം. സോ അത്രയും നാളെ, അതായത് ഒരു പരിധി വരെ ഗ്രേ രൂപം മാറി നിന്നോണ്ടിരുന്നത്, യഥാർത്ഥ രൂപം ആർക്കും അറിയത്തില്ല. അവളുടെ ഒരു പെണ്ണാണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഇപ്പൊ നിനക്ക് സ്പോയിലായില്ലേ? ഇനി ഇരുന്നു പറഞ്ഞ കാണണമെന്ന്. പിന്നെ ഇനി ഞാൻ സ്പോയിലർ നോക്കി കാണാതിരിക്കും. അതിപ്പോ അങ്ങനെയാണ്, അനിമയൊക്കെ ഇറങ്ങുമ്പോ കണ്ടില്ലെങ്കിൽ കിട്ടും. കാര്യം അത് നോക്കിക്കൊണ്ടൊരു കാര്യം അല്ല, അത് അതൊരു ഇൻട്രസ്റ്റിംഗ്. കാരണം ഇടയ്ക്ക് വെച്ച് കാരണം കാണിക്കും, നമ്മള് ചിലപ്പോ ശ്രദ്ധിക്കത്തില്ല. ഈ ബ്ലാക്ക് ബുള്ളിന്റെ ഡ്രസ് വിട്ടോണ്ട് ആരും അങ്ങോട്ട് ഓടിപ്പോയത് ജസ്റ്റ് കാണിക്കത്തേ ഉള്ളു, ആരോ ഇങ്ങനെ ഓടി പോകുന്നതായിട്ട് ബാക്കിൽ. അത് കുറെ എപ്പിസോഡ് പിന്നെ കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത് ഗ്രേ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ കൂടെ ഉണ്ടെന്നുള്ള കാര്യം. ഇടയ്ക്ക് ടീസ് ചെയ്ത് ഇങ്ങനെ. അതാണ് ഗ്രേ. പിന്നുള്ളത് വനേസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഈസ് പവർഫുൾ. ഷീ ഈസ് എ വിച്ച്. അപ്പോഴ് അവക്ക് വെള്ളം അടിച്ച് അങ്ങനെ കിടന്നാ മതി, അതാണ് അവളത്. പക്ഷെ അവക്ക് നല്ല ട്രോമ ഹിസ്റ്ററി ഉണ്ട്, നല്ല പവറും ഉണ്ട്. നല്ല പവർ അവക്ക്. ടൈം മാനിപ്പുലേറ്റ് ചെയ്യാൻ മറ്റേ ഫേറ്റ്, റെഡ് ത്രെഡ് ഓഫ് ഫേറ്റ് ഇല്ലേ, ആ സ്കീമിൽ ഒരു പവർ. ത്രെഡ് ഓഫ് അത് തന്നെ ഫേറ്റ് മാറ്റാൻ പറ്റും. അത് മറ്റേ ബ്രോക്കൺ പവർ ആണ്. പക്ഷെ അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതെ. മറ്റേ അവന്റെ പേര് ഇതെന്തായിരുന്നു, മറ്റേ സിബുള്ള ഏതാ സിബ് ഏതാ മറ്റേ ഇവന്മാരെ കൂടുതൽ ഗോർദൻ പോയിസൺ മാജിക് അവനുള്ളത്. അവൻ വിഷയമാണ് അതൊന്നും. അപ്പോഴേ ഇത് ആ ഒരു ക്യാരക്ടർ. പിന്നെ വരുന്നത് ഷാർലറ്റ്.
ഷാർലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ അടുത്ത് ക്രഷ് ആരുത്താ യാമി അടുത്ത്, പക്ഷെ സെയിം ആസ് നോയലിന്റെ അതേപോലെ തന്നെ. ഇവനെ കാണുമ്പോഴത്തേക്ക് മുഖമൊക്കെ തിരിച്ച് ഭയങ്കര ഇതിൽ പോവും. എന്നിട്ട് ഇവൻ എപ്പോഴെങ്കിലും ഇവനെ കാണുമ്പോ, കാരണം മുഖം തിരിച്ചു പോകുന്നത് ഇവളെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം വിചാരിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളെ ഇഷ്ടമല്ലാത്തോണ്ടാണ്. സത്യം പറഞ്ഞാൽ ഇവനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇവക്ക് മൊത്തത്തിൽ ഇവള് അങ്ങ് എംബാരസ്ഡ് ആയി പോകും. അത് കാണാതിരിക്കാൻ വേണ്ടി ഇവള് മുഖം തിരിച്ചു പോകുന്നത്. അത് കിടില, ഭയങ്കര ഒരു ലവ് ട്രാക്ക് അത് യാമി ഷാർലറ്റിന്റെ. പക്ഷെ വനേസയ്ക്കും യാമി ഇഷ്ടം, അത് വേറെ. അത് പക്ഷെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലുള്ള റെസ്പെക്റ്റും അതേ സമയത്ത് ഉണ്ട്. അത് ഇവര് തമ്മിൽ ഇഷ്ടപ്പെടാനും ഉള്ള ഒരു കാരണവും ഉണ്ട്. ആരാ ഈ പറഞ്ഞ ഷാർലറ്റ് യാമിയെ ഇഷ്ടപ്പെടാനും ഒരു കാരണമുണ്ട്. അവളെ രക്ഷിക്കുന്നത് അവനാണ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് സോറയുടെ കാര്യം. സോറ അത് പിന്നെ വരത്തുള്ളൂ. അത് ഇപ്പം വിമൻസ് ക്യാരക്ടേഴ്സ് അല്ലേ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ മെർലിയോണ ഈസ് കെമ്പാച്ചി മെർലിയോണ എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ശരി. കാരണം ദ സെയിം ആസ് കെമ്പാച്ചി, വിട്ടുകൊടുക്കത്തില്ല. നീയൊക്കെ എന്നെ തട്ടിക്കോ, തട്ടിയില്ല എനിക്ക് ജീവനുണ്ട്, എനിക്ക് ആവുന്നുണ്ട്, എന്റെ വിരല് പൊക്കാൻ എനിക്ക് ശേഷിയുണ്ടെങ്കിൽ നിന്നെയൊക്കെ ഞാൻ തീർത്തിട്ടേ പോകത്തോളൂ. അത് ചുമ്മാ അങ്ങ് തീർത്തില്ല, വെട്ടി 2 തുണ്ടാക്കിയിട്ടേ പോകത്തോളൂ. അതാണ് മെർലിയോണ. പുള്ളിക്കാരിയുടെ പവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെ, അതായത് വെർമിലിയൺ ഫാമിലിയുടെ ടീച്ചർ ഉണ്ട്. പണ്ടേ അവൾക്കായിരുന്നു കഴിവ് കൂടുതൽ. വൈൽഡ് ബീസ്റ്റിനൊക്കെ ഇതായിട്ടിരുന്ന അവള് വൈൽഡ് ബീസ്റ്റ് ആണ്. യാമി വിളിക്കുന്നവൻ അങ്ങനല്ലേ, വൈൽഡ് ബീസ്റ്റ് വീടിനകത്ത് കയറിയിട്ടുണ്ട്, എല്ലാരും പുറകെ ഓടിക്കോളാം. എങ്ങോട്ടാന്ന് വെച്ചാൽ ഓടിക്കോളാം. എന്നിട്ട് മറ്റേ ക്യാപ്റ്റൻ സ്ഥാനം വന്നപ്പോഴത്തേക്ക് എനിക്ക് വേണ്ട അനിയന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. മറ്റേ അനിയൻ ക്യാപ്റ്റൻ വെർമിലിയണൊക്കെ ചേച്ചി കാണുമ്പോ ചേച്ചി എങ്ങനെയാണ് പേടിയാണ്. അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്ന അറിയത്തില്ല. എല്ലാവന്മാരെയും കൂടി കൊണ്ട് ഇതിനകത്ത് ഇത് മാഗ്മയ്ക്കകത്തൊക്കെ എടുത്തിരുന്നത്. എടാ ഒരു പൂളിന് അങ്ങോട്ട് കൊണ്ടുപോയി മാജിക് ഉപയോഗിച്ച് അപ്പുറത്തോട്ടായിരുന്നു. അപ്പൊ വീണ് പോയ ചത്തു, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. എല്ലാരും കയറി പോകും. ആസ്ത അവിടെ വാളും കൊണ്ട് മറ്റേ മാജിക് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും. ഇവന് ഫീൽഡ് ഒന്നും ഇല്ലല്ലോ, അതിന് വാള് മാത്രമല്ലേ ഉള്ളു. എന്ന് വെച്ചാൽ എന്തോ കാണിക്കാനാന്ന് പുള്ളിക്കാരെ എടുത്തിരുന്നു. അതിന്റെ മോനെ ചവിട്ടിയിടണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് അത് പക്ഷെ കിടിലൻ സീനാണ്. നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു സീനായത്. അവന്റെ ബുദ്ധി ഉപയോഗിച്ച് ബാറ്റിലേക്ക് ഭയങ്കര ബാറ്റിലേക്കാണ് ആസ്തയ്ക്ക്. അത് കണക്ക് ടീം വർക്ക്, ബ്ലാക്ക് ക്ലോവറിലെ ടീം വർക്ക് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ആനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ കിട്ടത്തില്ല. ഇപ്പം ബാക്കിയുള്ള ഏത് ആനിമയ്ക്കകത്ത് നമ്മൾ നോക്കണമെങ്കിൽ ചില സമയത്ത് നമുക്ക് വേണമെങ്കിൽ നാരുട്ടോയില് ഷിക്കന്മാരുള്ള ടീമിനകത്ത് അവൻ ചില സമയത്ത് ചെറിയ സ്ട്രാറ്റജി, ഇത് ചെറിയ സ്ട്രാറ്റജി ഒന്നുമല്ല. 3 പേര് 4 പേര് ഒരേ സമയത്ത് പവർ യൂസ് ചെയ്ത് ഇപ്പം ഒരേ സമയത്ത് തന്നെ ഫിൻഡ്രല് പോർട്ടൽ ഓപ്പൺ ചെയ്യും, അവിടുന്ന് അത് വെച്ചിട്ട് ഫൈറ്റ് ചെയ്യും. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ത്രെഡിന്റെ പവറാണ് ഇവക്ക് ഉള്ളത്, വനേസയ്ക്കുള്ളത്. അത് വെച്ചിട്ട് ത്രെഡ് വെച്ചിട്ട് അവള് ഫൈറ്റ് ചെയ്യും. ഇറങ്ങി അടിക്കുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് അടിക്കുന്നത് ആസ്ത. ഈ 3 പേരുടെ പവറും അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യൂസ് ചെയ്താണ് ആ ഫൈറ്റ്. ഫിൻഡ്രലിന് നീ ആ സീൻ കണ്ടോന്ന് എനിക്കറിയത്തില്ല. ഫിൻഡ്രലിന് പരിക്ക് പറ്റിയിട്ട് കിടക്കുക. ഫിൻഡ്രലിന്റെ അനിയൻ തന്നെ കൊല്ലാൻ ശ്രമിക്കാൻ പോവാ. അന്നേരം ഒരു സീനുണ്ട്, അത് പറ്റിയ എഡിറ്റിൽ അയച്ചു വെക്കാം. അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ഇങ്ങനെ എന്റെ കണ്ണി കിടക്കുക സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിടക്കുന്ന സമയത്ത്, അതായത് കൊല്ലാൻ വേണ്ടി അവന്റെ അനിയൻ തന്നെയാണ് ലാംഗ്രിസ് എന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ വേണ്ടി കൈ ഇങ്ങനെ ഊങ്ങി വെക്കുന്ന സമയത്ത് ആദ്യം കാണിക്കുന്ന ചാർമിയുടെ കണ്ണിങ്ങനെ വരുന്നത്. ചാർമി അത്രയും നേരം മറ്റേ വിസാർഡ് കിങ്ങിന്റെ മടി കയറി ഇരിക്കുക കൊച്ചെന്നുള്ള രീതിയിൽ. കൈ പോക്കറ്റിൽ നിന്ന് ഭക്ഷണം എടുക്കും, പറിച്ച് വിസാർഡ് എടുക്കും, മേളിലോട്ട് വെക്കും, കുറച്ചുകൂടെ വേണോ അങ്ങനെ ഇരിക്കുക. ഫിൻഡ്രല് വീഴുന്ന കാണുമ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റ് മറ്റേ എയറിൽ ഇങ്ങനെ പറന്ന് നിൽക്കുവാണ്. അടുത്ത് മറ്റേ അവളെ പവർ സാധനങ്ങളൊക്കെ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് 3 ലൈറ്റ് ഇങ്ങനെ പോകും. ഒന്ന് ബ്ലാക്ക്, ഒന്ന് റെഡ്, ഒരു ബ്ലൂ, ഒരു റെഡ് ഇങ്ങനെ പറന്നു പോയി. 3ാമന്മാരുടെ ഒരു നിപ്പുണ്ട്. യോ ഒന്ന് ആസ്ത, രണ്ടാമത്തെ ആരാ ഇവ അല്ല മാഗ്ന ജസ്റ്റ് ട്രൈ ആൻഡ് ഡു സംതിങ് എൽസ്, ഫോർഗെറ്റ് ദ മാച്ച്, ഐ വിൽ കിൽ യു, വി വിൽ കിൽ യു. അത്രേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ക്ലോവറിൽ എല്ലാ എൻട്രൻസ് സീൻസും അങ്ങനെ. ഈ ആസ്തേനെ കോഡ് സീൻ ഉണ്ട്. ആസ്ത ഈസ് എ ഡെവിൾ എന്നും പറഞ്ഞ് കോഡ് സീൻ ചെയ്യുമ്പോഴത്തേക്കും ബ്ലാക്ക് ബുൾ ഫുൾ ടീം, ബ്ലാക്ക് ബുള്ളിൽ ഒരു ടീം മെമ്പറും കൂടെ ഉണ്ട്. അവന് മാജിക് ഹി കാൻ മൂവ്.
ആ ബിൽഡിങ് ആൾട്ടർനേറ്റ് ചെയ്യാന്നുള്ളതാണ് അവന്റെ പവർ. ഹെൻറി ഹെൻറി അല്ല, ഹെൻറിയാണ് സൊറയാണ് ഹെൻറിയാണ് സോറല്ല ഹെൻറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആ വീട് അവനാണ് സത്യം പറഞ്ഞ, ആ വീട്ടിനകത്ത് അവനാണുള്ളത്, അവന്റെ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. യാമി ഇങ്ങനെ നടന്നു പോയപ്പോ ഈ കെട്ടിടം കണ്ട് കയറിയത് അവനെ അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിച്ച് പോയതൊക്കെയാ. അപ്പം അവനാ ബിൽഡിങ് ഓൾട്ടർനേറ്റ് ചെയ്ത് ബുള്ളിന്റെ രൂപത്തിലൊക്കെ ആക്കാൻ പറ്റും. അങ്ങനെ മാറ്റി വന്ന കോർട്ട് തകർത്ത് ഫുൾ ബ്ലാക്ക് ബുൾ ടീം. അത് അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആകെ പറ്റുന്ന ആസ്തയ്ക്ക് മാത്രം. ആസ്തയ്ക്ക് മാജിക് ഇല്ലാത്തതുകൊണ്ട് ആസ്തയ്ക്ക് അല്ല, ബാക്കിയുള്ളവർക്ക് ആർക്കും അകത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല. കാരണം അവരുടെ എല്ലാവരും മാജിക് ഇവൻ വലിച്ചെടുക്കും. അവന് പോലും അതിന് കൺട്രോൾ ഇല്ല. അവന്റെ മാജിക് എന്ന് പറയുന്നത് അതാ. ആസ്ത മാത്രം അതുകൊണ്ട് അതിനകത്ത് കയറിയിട്ട് ആസ്ത ആർത്തും പറയത്തോലും ഇല്ല. ആസ്ത കയറിയിട്ട് ഇവൻ ജീവിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ കുറെ പേര് താമസിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഈ മാജിക് അവരെല്ലാം യൂസ് ചെയ്യുന്ന മാജിക് കൊത്ത ഇവൻ തിന്നോണ്ടിരിക്കുക കുറേശ്ശെ. അങ്ങനെ ഇവൻ ജീവിക്കുന്നത് അത് വെച്ചിട്ടാണ് ആ ഹെഡ് ക്വാർട്ടേഴ്സ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും താമസിക്കുന്നത്. ആ സീൻ അടിപൊളിയാ പൂട്ടി. അതിനകത്ത് സോറ മാത്രമില്ല, സോറയും പിന്നെ നമ്മുടെ അവസാനം വരുന്ന വൈസ് ക്യാപ്റ്റനും നാച്ചും ഇല്ല, ബാക്കി എല്ലാരും തന്നെ ഉണ്ട്. അത് മുട്ട സ്പോയിലർ. അത് നാച്ച് വരുന്നത് അല്ല, ഇതിനകത്തൊരു വൈസ് ക്യാപ്റ്റൻ ഇല്ലല്ലോ. ബാക്കിയുള്ള എല്ലാ ടീമിനും വൈസ് ക്യാപ്റ്റൻ ഉണ്ട്. ഇതിന് വൈസ് ക്യാപ്റ്റൻ ഇല്ലെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അവസാനം നാച്ച് വരുന്നത്. അതിന്റെ എൻട്രി ഉണ്ട്. ഫുൾ റോയൽ ഗാർഡ് ക്യാപ്റ്റൻസ് അല്ല, എനിക്ക് അങ്ങനെ പറയുന്നതെന്ന് ഓർമ്മയില്ല, മറന്നുപോയി. അതിനകത്ത് എല്ലാവരും ഇരിക്കുക. നാച്ചിന്റെ അതായത് ലാസ്റ്റ് സീസൺ, ഈ കഴിഞ്ഞ സീസണിന്റെ ഫൈനൽ എപ്പിസോഡാണെന്ന് തോന്നുന്നില്ല, എല്ലാവരും ഇരിക്കുക. വിസാർഡ് കിങ് ഉൾപ്പെടെ ഉണ്ട്. നാച്ചിന്റെ ഒരു എൻട്രി ഉണ്ട്. എല്ലാം കിളി പറന്നോടെ ഇരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അവൻ ഡബിൾ മാജിക്കാ. അതും ഒരു ഡബിളൊന്നും അല്ല, പല ഡബിൾസ് ആയിട്ട് 3 ഡബിൾസ് ആയിട്ട് കോൺട്രാക്ട് അവൻ ഇത് ഫൈറ്റ് ചെയ്താണ് ഉണ്ടാക്കാൻ. അങ്ങനെ ഫൈറ്റ് ചെയ്ത് 3 ഡബിൾസിനെ കോൺട്രാക്റ്റിൽ തന്റെ കീഴിൽ നിർത്തിയേക്കാം. ഡബിൾ ഫോമിലോട്ട് മാറാനും പറ്റും. അപ്പൊ ജാക്ക് ദ റിപ്പർ നീ ഇവിടെ നിന്ന് പോയപ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്നതാണ്. സോറയുടെ അടിപൊളി എല്ലാ ക്യാരക്ടേഴ്സിന്റെ എൻട്രി കിടിലാണ്. എല്ലാ ക്യാരക്ടേഴ്സിനും അല്ല, ബ്ലാക്ക് ക്ലോവറിലെ എൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് അതാണ് ബ്ലാക്ക് ക്ലോവർ. ഫൈനൽ ക്വസ്റ്റ്യൻ, വേർ വുഡ് യു റാങ്ക് ബ്ലാക്ക് ക്ലോവർ among all the animes you watched? Favorite anime is one thing. It's personal, subjective, very subjective. Like, what is your opinion? Where would you rank it? അല്ല, അതിന് ഒരു ചോദ്യം ഉണ്ട്, അത് ഒന്ന് ക്ലിയർ ചെയ്യാന്. എന്റെ ഫേവറേറ്റ് വെച്ചിട്ടാണോ ചോദിച്ചത് അതോ സബ്ജക്റ്റീവ് ഒപ്പീനിയൻ ആണ്? വേർ വുഡ് യു റാങ്ക് ഇറ്റ്? ഞാൻ എന്റെ റാങ്കിങ്ങിനകത്ത് ബ്ലാക്ക് ക്ലോവറിന് ഞാൻ കൊടുക്കുന്ന റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ്. ഫസ്റ്റ് വൺ പീസ്. അതിന് വൺ പീസിന് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ ഡെവലപ്മെന്റും ആ കാര്യങ്ങളും അതെല്ലാം ഉണ്ട്. പക്ഷെ എന്തിനു പറഞ്ഞാൽ ബ്ലാക്ക് ക്ലോവറിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് സ്റ്റിൽ മൈ ഫേവറേറ്റ് ആനിമെ. എന്റെ ഫേവറേറ്റ് ആനിമെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നാമത് ബ്ലാക്ക് ക്ലോവർ, രണ്ടാമത് വൺ പീസും ആണ് വരുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പം ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ഏതാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ നമ്മളെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ആൻസർ, എൻ്റെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് വൺ പീസ് ആൻഡ് ദെൻ ബ്ലാക്ക് ക്ലോവർ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞില്ലേ അവരുണ്ടാകും. എനിക്കങ്ങനെ റാങ്ക് എന്തായാലും MHAന്റെ ഒക്കെ മുകളില. MHAയുടെ വരും. അതെനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാ മസാലയുണ്ട്, എല്ലാ ഇൻഗ്രീഡിയൻസും എനിക്ക് അങ്ങനെ തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഒരു കാര്യം നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ആൾക്കാർ പറയും നരൂറ്റോയിൽ നിന്നും ഈ നമ്മുടെ ബ്ലീച്ചിൽ നിന്നും കോപ്പി അടിച്ചിട്ടാണ് ഈ പറഞ്ഞ ബ്ലാക്ക് ക്ലോവർ ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൽ നമുക്ക് ഇച്ചിരി ഒന്ന് ഹിസ്റ്ററി നോക്കിയാലേ. സിംപിളി ഡ്രാഗൺ ബോൾ എഴുതിയത്, ഈ ഡ്രാഗൺ ബോളിന്റെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഗോക്കു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ എവിടെ നിന്ന് കിട്ടിയേക്കുന്നത്? സൺ വുക്കോങ് എന്ന് പറയുന്ന നമ്മുടെ ഈ പറഞ്ഞ ജാപ്പനീസ് മിത്തോളജി എന്ന് വന്നതാണ്. ഈ പറഞ്ഞ സൺ വുക്കോങ്ങിന്റെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് എടുത്താണ് ഈ പറഞ്ഞ സൊങ്കോക്കു. ഈ പറഞ്ഞ സൺ വുക്കോങ് എവിടെ നിന്ന് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് കറങ്ങി തിരിഞ്ഞ് ഇന്ത്യൻ മിത്തോളജിക്കകത്ത് വരും. അപ്പോഴ് ഈ സൺ വുക്കോങ് കഴിഞ്ഞിട്ട് സൺഗോക്കുവിനെ എടുത്തിരിക്കുന്ന അവിടെ നിന്നാണ്. അപ്പോഴ് ആ ഒരു കണക്ഷൻ അവിടെ വന്നല്ലോ. അതേപോലെ ഈ പറഞ്ഞ ഒഡ എന്ന് പറഞ്ഞ ആള് ആദ്യമായിട്ട് എഴുതുന്ന അനിമയാണ് ഈ പറഞ്ഞ മോൺസ്റ്റർ നമ്മൾ കണ്ട ഏതാ
അയാളെ വേറെന്തായിരുന്നു, റിയൂമയുടെ കഥ. ആ അറിയും റിയൂമയുടെ കഥ. ആ റിയൂമയുടെ കഥ എവിടുന്നാ വന്നത്? റിയൂമ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പലരും കാര്യം ഓക്കെ ഓട സെൻസേ ദ പ്രൊഫറ്റ് വാസ് റൈസ്ഡ്. മുസാഷി മുസാഷി മിയാമോട്ടോ മുസാഷി എന്നാണ് ഇൻസ്പിറേഷൻ. ത്രീ സോർഡ്സ് പറയട്ടെ. ഒടയുടെ പേര് ആദ്യമായിട്ടൊരു ബുക്കിനകത്ത് അച്ചടിച്ചു വരുന്നത്, അതായത് ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അച്ചടിച്ചു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുറോണി കെൻഷിനകത്താണ്. റുറോണി കെൻഷിനകത്ത് ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒഡയാണ്, എയ്ച്ചിറോ ഒഡയാണ്. റുറോണി കെൻഷിൻ എന്ന് പറയുന്ന ആനിമേന്ന് ഉള്ള ഇൻസ്പിറേഷനിൽ നിന്നാണ് ഈ പറഞ്ഞ ഒഡ ഈ ആനിമേ തൊട്ട് പിന്നെ അങ്ങോട്ട് ഡൈവ് ചെയ്യുന്നത്. റുറോണി കെൻഷിൻ്റെ ക്യാരക്ടറിനെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഹിമുറ കെൻഷിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്യാരക്ടറുമായിട്ട് വളരെയധികം സിമിലർ ആണ് റിയൂമ. എന്ന് വെച്ചാൽ ഞാൻ പാവമാണ്, ഞാൻ എല്ലാവരും നല്ല രീതിയിൽ പെരുമാറും, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ ഫ്ലിപ്പായി കഴിഞ്ഞാൽ ഐ ആം ബ്ലഡ് ടെസ്റ്റ്. കണ്ട മുമ്പിൽ കാണുന്നതെല്ലാം ഞാൻ വെട്ടി നിരത്തും. ഇതാണ് ഹിമുറ കെൻഷിനും ഇതാണ് റിയൂമയും. സെയിം. അതുകൊണ്ട് അതും എവിടുന്നും പൊട്ടിമുളച്ചതല്ല, അതും ഒരിടത്തുനിന്നുള്ളതാണ്. ഈ പറഞ്ഞ അതിനുശേഷം 2000-കളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നരൂറ്റോയിൽ നിന്നും ബ്ലീച്ചിൽ നിന്നും വൺ പീസിൽ അധികം എനിക്ക് തോന്നിയിട്ടില്ല. ബ്ലീച്ചിൽ നിന്ന് നരൂറ്റോയിൽ നിന്നുമാണ് നമ്മളിപ്പം കാണുന്ന MH, JJK, ബ്ലാക്ക് ക്ലോവർ, ഹണ്ടർ അങ്ങനെ നമ്മൾ കാണുന്ന 95% ആനിമകളിലെയും മെയിൻ ക്യാരക്ടറോ സൈഡ് ക്യാരക്ടേഴ്സോ അതിന്റെ പ്ലോട്ടോ അതിനകത്തുള്ള എന്തെങ്കിലോ ഒന്നോ ക്യാരക്ടർ ഡെവലപ്മെന്റോ ഇതെല്ലാം വന്നിരിക്കുന്നത് ഈ പറഞ്ഞ ഇത്രയും ഞാൻ ആദ്യം പറഞ്ഞ റുറോണി കെൻഷിൻ, ജോജോ ബിസാർ അഡ്വഞ്ചർ, ഗിന്താമ, ഈ ഡ്രാഗൺ ബോൾ സി, നാരൂട്ടോ, ബ്ലീച്ച്, ഇത്തരം ആനിമകളിൽ നിന്നാണ് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് എല്ലാം എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ക്ലോവറിന്റെ മങ്കാക്ക ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഒരു പരിപാടിയിലോട്ട് വന്നത്, അതായത് എനിക്ക് ഈ പറഞ്ഞ മാങ്ക എഴുതാനും മാങ്ക തുടങ്ങാനും എനിക്ക് താല്പര്യം വന്നത് 2 ആനിമകൾ കണ്ടതിന് ശേഷം. ഒന്ന് ബെർസർക്ക്, ഒന്ന് ബ്ലീച്ചും ബെർസറും കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ പണി തുടങ്ങിയത്. എനിക്ക് അതുപോലെ എനിക്ക് കണ്ട് എങ്ങനെ ഇൻസ്പയർ ആയി, അന്ന് ഞാൻ കണ്ട ആനിമയാണോ എനിക്ക് എഴുതി തയ്യാറാക്കാനെന്ന്. ബെർസർക്കിലെ പോലുള്ള വാളും അതേപോലത്തെ ഒരു രൂപത്തിലുമാണ് ഇതിനകത്തുള്ള ആസ്ത. അതേപോലെ തന്നെ ഒരു ഡബിൾ ഫോം ആണ് അവ ഇനി വരാൻ പോകുന്നത്. രണ്ടാമത്തെ ആണെങ്കിൽ ഈ പറഞ്ഞ ബ്ലീച്ചിനകത്തുള്ള മിക്ക ക്യാരക്ടേഴ്സിന്റെ ഉലുക്കിയോറയാണെങ്കിലും ഗ്രിംജോടെ ആണെങ്കിലും ഒക്കെ ഒരു സൈഡ് ഫോംസ് ഇതിനകത്ത് വരുന്ന ഡാൻഡേക്കും ഇനി അടുത്ത് വരുന്ന വില്ലൻസിനെ എല്ലാവർക്കും ഉണ്ട്. അതായത് ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ ഇയാൾ തന്നെ ആദ്യം സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ ഇതിൽ നിന്നൊക്കെയാണ് എടുത്തിരിക്കുന്നത്, അല്ലാതെ എനിക്കിത് തലയിൽ പൊട്ടിമുളച്ച് എൻ്റെ പ്രിമോണിഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് ചെയ്തേക്കല്ല. പുള്ളിക്കാരൻ ഓൾറെഡി തന്നെ പറഞ്ഞുകൊണ്ട് ഞാനിത് കണ്ട് ഇൻസ്പയർ ആയെടുത്ത സാധനം. ആ സാധനം എടാ ചുമ്മാ മറ്റേ കുഴിച്ചെടുക്കാനൊന്നും പറ്റൂലേ, എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിലല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഈ പറഞ്ഞ ഈ സോഴ്സ് മെറ്റീരിയൽ നമ്മുടെ സോഴ്സ് മെറ്റീരിയൽ ഒന്നും അല്ല, നമ്മളെ പുതിയ ആനിമ എന്നുള്ള സെറ്റപ്പിലല്ല പുള്ളിക്കാരൻ ഇറക്കിയത്. ബ്ലാക്ക് ക്ലോവർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇൻസ്പയർ ചെയ്യുന്നിടത്തുനിന്നാണ് എടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്നാണ് വരുന്നത്. പിന്നെ കുഴപ്പമെന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഇത്രയും മടി പാടില്ല. സമയത്തിനും കാര്യത്തിനൊക്കെ എന്തായാലും താൻ പണിയെടുക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി കൃത്യമായ സമയത്തൊന്നും മാങ്ങ എഴുതി കൂടായോ. ആദ്യം പറയും എൻ്റെ പെണ്ണും പിള്ളയ്ക്ക് വയ്യ, ഞാൻ അവരെ കൂടെ ഇരിക്കാൻ പോവുകയാണ്, അപ്പം ടാറ്റ ബൈ ബൈ, ഇനി എന്തെങ്കിലുമൊക്കെ കാണാം, ബൈ, പോയി. 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. 1 മാസം നിന്നു. പിന്നെ പറഞ്ഞു എനിക്ക് വയ്യടാ, എനിക്ക് നടുവേദനയും കാലുവേദനയും ചന്തിവേദനയും എനിക്കറിയത്തില്ല, ഞാൻ വീട്ടിൽ പോയി കിടക്കാൻ പോകുന്നു പറഞ്ഞ് വീണ്ടും പോയി. വീണ്ടും 2 മാസം പോയി. അങ്ങനെ പുള്ളിക്കാരെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇങ്ങനെ ഓടിക്കളിക്കുക. ജീവിതം പോക്കൂടായോ. എന്നിട്ടാണെങ്കിൽ ഇയാൾക്ക് അയാളുടെ ടീമിലുള്ള, അയാൾ നല്ല മനുഷ്യനാട്ടോ, അയാളുടെ ടീമിലുള്ള ആൾക്കാരുടെ ബർത്ത്ഡേ ഒക്കെ അവരുടെ ഫോട്ടോ വരയ്ക്കാനും അവരുടെ കാരിക്കേച്ചർ വരയ്ക്കാനും ഒക്കെ മാങ്കയിൽ സ്ഥലം ഇട്ടിട്ടുണ്ട്. മാങ്കയിൽ ഇതൊക്കെ വരയ്ക്കും ഇയാള്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ലൈവ്ലി ആയിട്ട് സിമ്പിൾ ഒരു മനുഷ്യൻ. അതാണ് ഈ പറഞ്ഞ ഇതിന്റെ എഴുത്തുകാരൻ. അത് ആനിമയിലും കാണാനുണ്ടല്ലോ, ആനിമയിലും ഇത് കാണാനുണ്ട്. മറ്റേ സീനൊന്നും ഉണ്ടാവും, ഇത് മറ്റേ നമ്മളിങ്ങനെ ആക്കുന്നൊന്നുമില്ല. ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കും.
പിന്നെ പല ട്വിസ്റ്റും ടേണും ഒക്കെ വരുന്നുണ്ട്. അതാണ് എന്റെ ദൈവമേ. സ്പോയിലർ എപ്പിസോഡ് അല്ല ഒന്നുമില്ല ഇതിനകത്ത്. ഇതൊരു സിമ്പിൾ ആനിമയാണ്, ഇതിനകത്ത് ഒന്നുമില്ല. നിങ്ങൾ വെറുതെ കാണുക, വെരി കാഷ്വൽ ആയിട്ട് കാണുക. ജസ്റ്റ് ലൈക്ക് സംതിങ് ദാറ്റ് വീഡ് സേ. അപ്പോ That's great. That's great. അപ്പോ yeah, so ഞാൻ ഒരുപാട് സമയം എടുത്തില്ല we'll wind this episode up. ക്യാമറയിൽ ഇത്ര സ്പേസ് ഉള്ളൂ. ഇപ്പൊ വീണ്ടും ക്യാമറ ഫുള്ളാ. അല്ല, ബ്ലാക്ക് ക്ലോവറിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ഒരുപാട് ഞാനങ്ങ് സംസാരിച്ചു. നിനക്ക് വേണ്ടി എഡിക്കുന്ന ഒരു എപ്പിസോഡ് ഞാൻ തരാം. അല്ല, ഇവരെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എപ്പിസോഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അതിൽ നമ്മൾ നേരത്തെ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നേ. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ബ്ലാക്ക് ക്ലോവർ പറയാനുള്ളത്. നിങ്ങൾക്ക് ഇനി ബ്ലാക്ക് ക്ലോവർ ഉൾപ്പെടുത്താൻ പറ്റിയ അഭിപ്രായങ്ങൾ. ബാക്കി ഈ ഭാഷാ പരിമിതികൾ ഉള്ളതുകൊണ്ട്, സംയമനം പാലിക്കുന്നതുകൊണ്ട്, വിശക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഒതുക്കുന്നു. അവസാനം വരെ കണ്ടെങ്കിൽ ബ്ലാക്ക് ബുൾസ് ഒന്ന് കമന്റ് ചെയ്യുക. And like, share, subscribe, basic thing. പിന്നെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം if you want to join our WhatsApp community. പിന്നെ അത് കൂടാതെ ഞങ്ങൾക്കൊരു മർച്ച് ലൈനപ്പ് ഉണ്ട്. അതെ ഇത് അതാണ് ഞാൻ എടുത്തില്ല, മറന്നു. യൂണിഫോം ഇട്ടിരിക്കായിരുന്നു. അപ്പം ഇത് പറഞ്ഞാൽ അതുകൊണ്ട് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ ആ ലിങ്കിൽ കയറുക. ഈ ഞങ്ങളുടെ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തേക്കാം. ഈ പ്രോഡക്റ്റ് മാത്രമല്ല, പല പ്രോഡക്ട്സ് ഉണ്ട് അവൈലബിൾ. ബ്ലാക്ക് ക്ലോവർ ടീഷർട്ട് ഉണ്ട്, അതും ചെക്കൗട്ട് ചെയ്യുക. അതിന്റെ ലിങ്ക് സെപ്പറേറ്റ് എടുക്കണ്ട. പിന്നെ പറഞ്ഞ പോലെ ടീഷർട്ടൊക്കെ മേടിക്കും, ഞങ്ങൾക്ക് ഇച്ചിരി പൈസ തരും. ഞങ്ങളൊന്ന് രക്ഷപ്പെടട്ടെ ജീവിതത്തിൽ. അതെ, പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈസ വരുന്തോറും ക്വാളിറ്റി വീഡിയോകൾ ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുക. പൈസ വന്നിട്ടല്ല, ക്വാളിറ്റി മീറ്റപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതാണ്. പിന്നെ മെർച്ചിന് ഒരു ക്വാളിറ്റി കുറവുമില്ല. ഇനി അഥവാ ഇഫ് യു ആർ ഡിസാറ്റിസ്ഫൈഡ് ഡു ലെറ്റ് us know. ഞങ്ങൾ കഴിഞ്ഞ പല എപ്പിസോഡുകളിലും പറയുന്നു ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വിളിക്കുന്ന ഡയറക്റ്റ് ഞങ്ങൾക്ക് വേറെ ആർക്കും പോകുന്നില്ല. അതുകൊണ്ട് കണക്ട് ചെയ്യാൻ നേരിട്ട് സംസാരിക്കാം. അപ്പൊ ഈ വീഡിയോ ഇതായിരുന്നു. കണ്ടതിന് ഞങ്ങൾ നന്ദി അറിയിച്ചു. അടുത്ത വീഡിയോ കാണുക. ബൈ.